ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അനുഗ്രഹമേറിയ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നസ്രയന്റെ വഴികൾ എന്ന ആത്മീക പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. ഈ സാക്ഷ്യം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. ദയവ് ചെയ്ത് ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഴിയുമെങ്കിൽ ഈ സാക്ഷ്യം മറ്റൊരു വ്യക്തികളോട് കൂടെ എത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമേ എന്ന് ദൈവനാമം നിങ്ങളോട് ഓർപ്പിക്കുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്, മുൻകാലത്ത് താൻ നേപ്പാളിലായിരുന്നു. ഇപ്പോൾ നേപ്പാളിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ ബഹ്റിനിലെ പ്രദേശത്തായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മോഹൻ ബ്രദറാണ് നമ്മളോട് കൂടെ ഉള്ളത്. കർത്താവിൻ്റെ ദാസൻ തുറന്നുള്ള സമയം തൻ്റെ ജീവിത പശ്ചാത്തലവും തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും നമ്മോട് പങ്കുവെക്കും. അതിനായി ഏറ്റവും സ്നേഹത്തോടെ കർത്താവിൻ്റെ ദാസനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ പേരിൽ നാം വാഴ്ത്തുമാറാകട്ടെ. ഈ നല്ല പകൽക്കാലം ഒന്നിച്ച് കർത്താവിന്റെ ദാസൻ ജിന്നീസ് ബർഗീസിനോട് ചേർന്ന് ഒന്നിച്ച് കർത്താവിനെ ദർശിക്കാനും ഓർത്ത് ഞാൻ ദൈവത്തിനോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മലയാളം ഞാൻ മലയാളം പഠിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വ്യത്യാസമായിരിക്കും. ദൈവത്തിന്റെ നാമത്തിന് ഞാൻ നോക്കുന്നു. നല്ലതായിട്ട് സംസാരിക്കുവാൻ, നല്ല രീതിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഓടിക്കാം. ഇതിൽക്കാലം ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഞാൻ തോന്നാൻ അതിലുള്ള പാട്ട് ഒരു വഴി കഴിവല്ല നിൻ കൃപയാനേ, ബലമല്ല നിശ്ചയാനേ, കഴിവല്ല നിൻ കൃപയാനേ, ബലമല്ല ദയയാനേ, നീ സ്തോത്രം. ഞാൻ എന്റെ സ്വദേശം നേപ്പാളാണ്. ഞങ്ങൾ നേപ്പാളീസ് ആണ്. എങ്കിൽ നമ്മൾ ഇന്ത്യയുടെ അതിർത്തിയിൽ താമസിക്കുന്നവരാണ്. വെസ്റ്റ് ബംഗാൾ എന്ന സ്ഥലത്തിലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. ബാഗർകോട്ട് എന്ന വില്ലേജിൽ ഞാൻ ജനിക്കപ്പെടുവാൻ ദൈവം സാധിച്ചു. അവിടുന്ന് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾ ഈ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നുവരുവാൻ വേണ്ടി സ്വർഗത്തിലുള്ള ദൈവം ഒരു ഭാഗ്യം ദൈവം ഒരുക്കി. ഇത് നമുക്ക് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ ഒരു അതിശയപരമായ എന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മൊത്തം ഒരു വ്യത്യസ്തപരമായ എന്റെ കാര്യങ്ങൾ ജീവിതത്തെ ദൈവം ചെയ്തതാണ്. ഞാൻ ഇന്നലെ പകൽക്കാലം ദൈവത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ വിശ്വാസം എന്നതും ഇതിനു മുമ്പേ അറിയില്ലായിരുന്നു. എന്തോ വിശ്വാസം എന്താണ്, ക്രിസ്ത്യൻ വിശ്വാസം എന്താണ് ഞങ്ങൾക്കില്ലായിരുന്നു. ക്രിസ്ത്യൻ മാതാ എന്ത് പറയാൻ, നമുക്ക് ഈ ഹിന്ദു മാതാവ് ഉണ്ടല്ലോ, മാതാ, അങ്ങനെ പല കാര്യങ്ങൾ അങ്ങനെ വിചാരിച്ച് തെളിച്ചതാണ്. എങ്കിലും ദൈവനെ എത്രത്തോടെ എന്നെ നടത്തി എങ്ങനെ കൊണ്ടുവന്നു സ്തോത്രം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പേ കേരളത്തിലേക്ക് കടന്നു പോകാം. കേരളത്തിൽ ഞാൻ താമസിക്കുന്നത് കോന്നി എന്ന സ്ഥലത്ത്, പത്തനംതിട്ട ജില്ലയിലെ കോന്നി അട്ടച്ചാക്കിൽ നമുക്ക് IPC ദൈവസഭയോട് ചേർന്ന് ഔദ്യോഗികത്തോടെ ആയിരിക്കുന്നു. എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് സലോമി ഡാനിയൽ. 3 മക്കളുണ്ട്. മൂത്ത മോന്റെ പേര് ജോയൽ, രണ്ടാമത്തെ മകളുടെ പേര് റിൻ, മൂന്നാമത്തെ മോള് റിയ. അങ്ങനെ 3 തലമുറയെ ദൈവം എനിക്ക് തന്നു. വ്യത്യസ്തപരമായി ദൈവം ഞങ്ങൾ അത്ഭുതപരമായി ദൈവം വഴി നടത്തുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എന്റെ നാട്ടിലേക്ക് പോയിട്ട് അവിടെ മടങ്ങി വരാം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്റെ നാട് പറഞ്ഞല്ലോ, ബാഗർകോട്ട് എന്ന വില്ലേജിൽ ഞാൻ ജനിക്കട്ടോ. അവിടെ ടൈലർ തോട്ടമായിരുന്നു വീടിന് അടുത്ത. അവിടെ ഈ ചായ് ബഗാൻ എന്ന് പറയും ഹിന്ദിയിലെ.
ആ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനല്ല, എൻ്റെ ഫാദർ ഒക്കെ അവിടെ ജോലി ചെയ്യുമായിരുന്നു. ഞങ്ങൾ വളരെ കുഞ്ഞുങ്ങളായിരുന്നു. വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ജീവിച്ചു. അവിടെ ഒക്കെ കർത്താവിന്റെ കരം ഉണ്ടായിരുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ സ്ഥലം പറഞ്ഞാലേ അല്ലേ ഓരോ ദിശകൾ വഴി അതിനെ വളർത്തി വലുതാക്കി അതിനെ ഓരോ ദേവിയുടെ അങ്ങനെ നേർച്ച കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പൊ നമ്മൾ കുഞ്ഞിലൊന്നും അവിടെ എങ്ങനെയാണ് ഇതിന്റെ നോക്കി നിൽക്കുമായിരുന്നു. കൂടെ അപ്പൻ ചെയ്യുന്ന എന്താണ് അതെല്ലാം കണ്ടും കേട്ടും നിൽക്കുമായിരുന്നു. ആ സമയം ഞങ്ങൾ ജനിച്ച് വളർന്നു. അപ്പൊ അപ്പന്റെ കാലം ശേഷം നമുക്ക് 10-12 വയസ്സായി. ആ സമയത്ത് ഞാൻ അപ്പനോട് കൂടെ സഹായിക്കുവാൻ വേണ്ടി കാട്ടിലേക്ക് പോവായിരുന്നു. അവിടെ ഒരു വലിയൊരു അബദ്ധം വന്നു. സ്തോത്രം. ആ ആപത്തത്തിന് ദൈവം എന്നെ രക്ഷിച്ച സ്തോത്രം. അങ്ങനെ 3 പ്രാവശ്യം എന്നെ ഒരു അബദ്ധം എന്റെ ജീവിതത്തിലൊക്കെ കടന്നു വന്നു. ഒരു പ്രാവശ്യം കാട്ടി വെച്ച്, ഒരു പ്രാവശ്യം മരത്തിന്റെ മണ്ടൊക്കെ കയറിയത് അവിടുന്ന് വീഴുവാൻ ഇടയായി. 3ാമത്തെ പ്രാവശ്യം സിക്കിമിലെ ജോലി ചെയ്യുന്ന സമയത്താണ്. ഞാനത് പറയാം, വൺ ബൈ വൺ ഞാൻ പറയാം. സിക്കിമിലെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പോലെ വലിയൊരു പടം അതുകൊണ്ട് ഇന്നത്തെ കാലം ഞാൻ ജീവൻ സാക്ഷിയായി നിൽക്കാണ് ദൈവജനത്തോടും ഈ ചാനലിൽ കൂടെ കടന്നു വന്ന എന്റെ ദൈവം ചെയ്ത വഴികൾ, ദൈവം നടത്തിയ വഴികളൊക്കെ പറയാൻ വേണ്ടി ഒരു സഹവാസവും ഒരു ഭാഗ്യവും കിട്ടിയത്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നല്ലവൻ, രുചിച്ചറിയുവിൻ. കർത്താവ് വചനത്തെ പറഞ്ഞ പ്രകാരം ദൈവത്തെ രുചിച്ചറിയുവാനുള്ള ഭാഗ്യം തന്നു. അതിനുശേഷം ഞാൻ കേരളത്തിൽ എന്റെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അവർ തിരുവനന്തപുരത്തുകാരായിരുന്നു. അവരൊക്കെ ഈ ബന്ധുക്കോസ് വിശ്വാസത്തിലായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവർ വീട്ടിൽ ഞാൻ പണിക്ക് പോകാറുണ്ട്. ഞാൻ കാർപ്പൻറ്റർ വർക്കേഴ്സ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. കാർപ്പൻറ്റർമാരുടെ കൂടെ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ അവർ വീട്ടിലെ പണിക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി വളരെ പ്രാർത്ഥന ഉള്ള ഒരു അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചിയുടെ പ്രാർത്ഥന അവരൊക്കെ ഒരു ആത്മാവ് നശിച്ചു പോകാതിരിക്കാനും രക്ഷിക്കപ്പെടാൻ വേണ്ടി അവർക്ക് ഒരു പ്രാർത്ഥന ആയിരുന്നു എന്റെ ജീവിതത്തെ മാറ്റി മറിച്ചത്. അവരെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്നെ ഒരു മലയാളി വേറെ ഒരു അച്ഛനുമായിട്ട് കണ്ടുമുട്ടുവാൻ ഇടയായി. ആ അച്ഛനാണ് എന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോയത്. അത് 1998 കാര്യങ്ങളാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ പല അബദ്ധങ്ങളും വന്നു. അത് കഴിഞ്ഞത് ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ സിക്കിമിലേക്ക് കടന്നുപോയി സമയത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയത്തെ അവിടെ ദൈവം എന്നെ അവിടുന്ന് പിടിച്ചു മാറ്റിയതുപോലെ ആണ് കർത്താവേ സ്തോത്രം. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്ത സമയത്ത് മേലിൽ നിന്ന് വലിയൊരു പാറ കല്ലുകളെല്ലാം ഇടിഞ്ഞ് വീണിട്ട് താഴെ ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരൊക്കെ ഓൺ ദി സ്പോട്ടിൽ മരിക്കുവാൻ ഇടയായി. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസം അത് കാഴ്ച കണ്ടിട്ട് വല്ലാത്തൊരു ഭയം ഉണ്ടായിരിക്കുക. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണും. ഭയങ്കര മനസ്സിൽ ഭയങ്കര ഭയം ഉണ്ടായി. ഞങ്ങൾ അന്ന് അത് ജോലി ചെയ്തില്ല. ആ സമയത്ത് തന്നെ ഞാൻ അത് അവിടുന്ന് അത് ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാലങ്ങളൊക്കെ ഞാൻ ഓർത്തു. ദൈവമേ, അത് കഴിഞ്ഞിട്ട് എന്റെ മാതാവ് മരിക്കുവാൻ ഇടയായി. ഞാൻ അവിടെ സിക്കിമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ മാതാവ് മരിച്ചു പോയി. അവിടെ പിന്നെ എന്നെ അങ്ങനെ ഫോണിന്റെ സംവിധാനം ഒന്നുമില്ലായിരുന്നു. ഒരാൾ എന്റെ നാട്ടിൽ നിന്ന് എന്നെ വിളിക്കാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു പോവാ, ഞാൻ വരാം, 1-2 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് സുഖമില്ലാന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് സുഖമില്ല, കുറച്ച് സാമ്പത്തികപരമായി എനിക്ക് കുറച്ച് അവിടെ കാര്യങ്ങളുണ്ട്, കിട്ടാനുള്ളത്, ഞാൻ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ അത് മേടിച്ചുകൊണ്ട് പോയി. പോകുന്ന വഴിക്ക് ഞാൻ അവിടെ പോയി നോക്കി, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയെ മരിച്ച് അടക്കം കഴിഞ്ഞു. അമ്മയെ കണ്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഹിന്ദു ആചാരപ്രകാരം മുടിയൊക്കെ എല്ലാം മുട്ട അടിച്ച് അങ്ങനെ 13 ദിവസം അവിടെ ഇരുന്നു. അവിടെ കർമ്മ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ തന്നെ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുമാണ് ഒരു മലയാളി അച്ഛൻ എന്നെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ എന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ആ സമയത്ത് കടന്നു പോകുന്ന ആ സമയങ്ങളിലൊക്കെ എനിക്ക് മലയാള ഭാഷ ഒട്ടും അറിയത്തില്ലായിരുന്നു. അപ്പൊ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ പിടിക്കത്തില്ല, ശരീരത്തിൽ പിടിക്കത്തില്ല. അപ്പോൾ അസ്വസ്ഥ പ്രയാസം ഉണ്ടായി. ഞാൻ ഇപ്പൊ നാട്ടിൽ പോകാൻ വേണ്ടി ഞാൻ അവിടുന്ന് ഇറങ്ങി. പിന്നെ എന്നോട് പറഞ്ഞു, നീ ഓർക്കാൻ ഞാൻ ഇവിടുന്ന് ഞാൻ വേറെ അടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു. എന്നെ കൊണ്ടുപോയി അച്ഛൻ്റെ ഉപ്പാപ്പന്റെ നാട്, അത്
കോന്നിയിലേക്ക് ടൗണിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പൊ ടൗണിലേക്ക് ഒന്ന് പോയ സമയത്ത് അവിടുത്തെ പവിഡം ജ്വല്ലറി എന്ന സ്ഥാപനമുള്ള ഒരു ചൈന ജോണി ചൈന പറഞ്ഞ സാധനം. ആ ജോണിയുടെ അമ്മയുടെ അച്ഛന്റെ ഭാര്യ പിന്നെ മോനുണ്ട് ജോലി. അവർക്ക് 8 വർഷക്കാലം കോന്നിയിൽ താമസിക്കുവാനായി അവരുടെ താമസിക്കുകയും അവരുടെ കൂടെ എല്ലാം എല്ലാം ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അവർ കൂടെ ഞാൻ പള്ളിയിലേക്ക് പോവാറുന്നു പ്രാർത്ഥിക്കാനൊക്കെ. പള്ളിയിലേക്ക് പോവാറുന്നു പ്രാർത്ഥിക്കാനും സമയങ്ങളിലൊക്കെ. അപ്പൊ അവരോട് ഈ മരുന്നമ്പൂട് പള്ളിയുണ്ട് അവിടെ, ഈ നമ്മുടെ പത്തനാപുരമൊക്കെ കഴിഞ്ഞിട്ട് പോകണം. അവിടെ അവരുടെ കൂടെ ഞാൻ പള്ളിയിലേക്ക് പോയി. അവിടെ എന്താണ് അറിയത്തില്ല, എങ്ങനെയൊക്കെ പോവാ, അവിടെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പ്രാപിക്കുക അങ്ങനെയുള്ള ആ ചിന്തയിലായിരുന്നു അവരുടെ കൂടെ പോവുക വരിക. അങ്ങനെ പോയി അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കേരളത്തില് പരിമല പള്ളിയിൽ പോയിട്ടുണ്ട്, പിന്നെ മലയിട്ട് പള്ളിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോവാത്ത വഴികളൊന്നുമില്ല, നടന്നു പോയിട്ടുണ്ട്. ഈ മലയിട്ട് പള്ളി പിന്നെ പരിമല പള്ളി അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അതെല്ലാം അതായിരുന്നു നിമിത്തമായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ട് എനിക്ക് യഥാർത്ഥമായ ദൈവത്തെ അറിയണം. അവിടെ എല്ലാം ഇതിനു വേണ്ടി പോകുന്നത്, അവിടെ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പോകുന്നത്. മനസ്സിൽ തൃപ്തിക്ക് ലഭിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥമായ ദൈവത്തെ, സത്യദൈവത്തെ എനിക്ക് അറിയണം, സത്യദൈവത്തെ എനിക്ക് കണ്ടുമുട്ടണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായ സമയത്താണ് സ്തോത്രം എന്ന് എനിക്ക് എന്റെ ഭാര്യയായി ലഭിച്ച സലോമിയുമായിട്ട് ഞാൻ കോന്നിയിൽ നിൽക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് ഈ വചനമൊക്കെ, സത്യവചനമൊക്കെ കൈമാറി ബൈബിളൊക്കെ തന്നു. ബൈബിളൊക്കെ എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. വായിച്ചിട്ട് എന്തുവാണ് മനസ്സിലാവുന്നതായിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദാസനുമായിട്ട് പിന്നെ ദേവദാസനുമായിട്ട് പരിചയപ്പെടുവാണ് ഇടയായി. കർത്തദാസൻ എന്നെ വിളിച്ചു എന്റെ ചർച്ചിലോട്ട് വരാനൊക്കെ പറഞ്ഞു. അപ്പൊ ദാസനെ കൂടെ ഞാൻ ചർച്ചയിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ കൂടെ അങ്ങനെ കുറെ നാൾ പോയി. ഞാൻ 98 കേരളത്തിൽ വന്നു. 2005 ഈ വിശ്വാസത്തിൽ വരുന്നത് ഇടയായത്. ആ സമയത്ത് ഞാൻ ദേവദാസൻ കൂടെ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനും വേണ്ടി ഇടയായി. കഥാപതി ദാസൻ എന്നെ ഈ സത്യമാർഗം സത്യവചനം എനിക്ക് പകർന്നു തന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നു സ്തോത്രം. ഏകദൈവം സത്യദൈവത്തെ എനിക്ക് കണ്ടുമുട്ടണം, അറിയണം, അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നോക്കുമ്പോൾ എനിക്ക് മൊത്തത്തിൽ വ്യത്യസ്തമായി പരമായി എനിക്ക് തോന്നി. ബന്ധക്കോസ് വിശ്വാസം എല്ലാം വേർവിട്ടിട്ട് ദൈവത്തെ പിൻപറ്റുന്ന ജനം, അവരോട് ചേർന്ന് ആ ദൈവജനത്തോടെ ഐക്യക്കുവാനും എന്നെ ദൈവം സഹായിക്കും. ആ കർത്താവദാസൻ എന്നെ സ്ഥാനപ്പെടുത്തുവാനും വേണ്ടി ഇടയായി. കർത്താവദാസൻ എന്നെ സ്ഥാനപ്പെടുത്തിയത് നമ്മുടെ കോന്നി അതുല്യ ചർച്ചിന്റെ സ്ഥാനക്കുളത്തിൽ വെച്ചാണ് എന്നെ സ്ഥാനപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം നമ്മുടെ കർത്താവദാസൻ ലോകത്തിന്റെ നാട്ടുപെട്ടു പോയി കർത്താവിനോട് വിശ്രമിക്കുന്നു. നമ്മൾ ജോസ് അതുല്യ അവരുടെ സഭയിലെ സ്ഥാനക്കുളത്തിൽ തന്നെ എന്നെ സ്ഥാനപ്പെടുത്തിയത്. ദൈവം അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ എന്റെ ജീവിതത്തെ ദൈവം ചെയ്ത ചെറുതും വലുതുമായി എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അതിന് ശേഷം അപ്പോ എനിക്ക് കുടുംബജീവിതം ഒരു ആവശ്യമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വ്യത്യസ്തപരമായി ഞാൻ വേറെ നാട്ടുകാർ, വേറെ ഭാഷക്കാർ, വേറെ ആൾക്കാരാണ്. എല്ലാവരും മടിക്കും എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരാനും അങ്ങനെ പേടിക്കും. അന്നേരം ആ സമയങ്ങളിൽ എന്റെ വൈഫിന്റെ സഭ അവർ എതിർത്തു. അപ്പൊ എന്റെ പാസ്റ്റർ എന്നെ സ്ഥാനപ്പെടുത്തിയ ആനൂറ്റിയുള്ള ചർച്ചിലോ IPCയിലോ പാസ്റ്ററാണ് തമിഴ്കുട്ടി പാസ്റ്റർ. പുള്ളിയാണ് എന്റെ മുൻകായി എടുത്ത് എനിക്ക് എന്റെ പിതാവിന്റെ സ്ഥാനത്തെ ഇരുന്നിട്ടാണ് ആ ദേവദാസൻ എന്നോട് കൂടെ നിന്ന് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നത്. എനിക്ക് ആരും ഇല്ലായിരുന്നു, എന്നെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. എനിക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരിയില്ല, ഒന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ ആ സമയത്ത് ദൈവത്തിന്റെ കാര്യങ്ങൾ തക്ക സമയത്ത് എല്ലാം കാത്താ ദൈവം പരിമരിച്ച് തന്നു. താമസിച്ച വീട്ടുകാർ, അവിടുത്തെ അമ്മമ്മയും അവിടുത്തെ അച്ഛൻ അവരെല്ലാം കല്യാണത്തിന് സംബന്ധിച്ചു. അപ്പൊ കല്യാണം നടന്ന ശേഷം എല്ലാവരും പറയുന്നത് ഇവർ എങ്ങനെ ജീവിക്കും, അവരെല്ലാവരും മൂക്കിക്കൈ വെച്ചവരുണ്ട്. അയ്യോ ഇനി എങ്ങനെ നടക്കും? മനുഷ്യന്റെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ചിന്ത അങ്ങനെ അല്ലല്ലോ, മനുഷ്യന്റെ വിചാരമല്ലല്ലോ ദൈവത്തിന്റെ വിചാരം. ദൈവം എന്നെ അവിടെയും ദൈവം താങ്ങി, അവിടെ നിലനിർത്തി. സ്തോത്രം. വിവാഹം കഴിഞ്ഞു. ഞങ്ങൾക്ക് അവിടെ ജീവിക്കാനും വേണ്ടി അങ്ങനെ ഒരു വഴികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കടലിൽ പവിടം ജോലിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, സ്വർണ്ണക്കടലിൽ. ആ സമയത്ത് ഞാൻ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ബൂത്ത് ഇടുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ബൂത്ത് ഒക്കെ ഇട്ട് അവിടെ നിന്നുകൊണ്ട് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വളരെ കഷ്ടമേറിയ അവസ്ഥ ആ സമയങ്ങളിലൊക്കെ. അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾക്ക് കാലഘട്ടത്തിലായിരുന്നു. ദൈവമേ, ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിപ്പോ അറിയില്ല. ഓരോ പറഞ്ഞ വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ട്
കഴിയുമ്പോൾ വൈകുന്നേരം എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബൂത്തിൽ ആരെങ്കിൽ ഒരു ഐസ് പോലെ വിളിക്കാൻ വേണ്ടി വരുമായിരുന്നു. അങ്ങനെ 50 രൂപ വെച്ച് വിളിക്കും. അങ്ങനെ 3-4 പേരെ വിളിക്കും. അങ്ങനെ 3-4 പേര് വിളിക്കും. 10, 20, 300 രൂപയൊക്കെ ഒരു ദിവസം കിട്ടും. അപ്പൊ ആ 300 രൂപയൊക്കെ കിട്ടുന്ന സമയത്ത് വീട്ടിലെ ആവശ്യമായിരിക്കുന്ന പച്ചക്കറി, പാൽ അതെല്ലാം മേടിച്ചിട്ട് ഞാൻ പോവാറുണ്ട്. ആ അനുഭവത്തില് എന്നാൽ ദൈവം എന്നെ ഞാൻ ആഗ്രഹിച്ചു. ദൈവമേ, എനിക്ക് അവിടെ നിന്നും ജോലി ചെയ്തിട്ട് എന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വളരെ ഭാരപ്പെട്ടു. അവിടെ ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ക്രിസ്മസിന്റെ സമയങ്ങളിൽ അവിടെ കേക്ക് ഒക്കെ വിറ്റ് തന്നിട്ടുണ്ട്. ലോട്ടറി വിറ്റിട്ടുണ്ട്. ഞാൻ കോന്നി കൂടെ പോയിട്ട് ലോട്ടറി വിറ്റുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ദൈവം സ്തോത്രം, അവിടുന്ന് എല്ലാം കഷ്ടപ്പാട് അറിഞ്ഞ് പ്രയാസം കണ്ട് ദൈവം അവിടുന്ന് എന്നെ ഒരു അത്ഭുതകരമായ വഴികൾ ഒരുക്കി. ഞാൻ താമസിച്ച വീട്ടിലെ അച്ഛൻ ബഹ്റിന്റെ ദേശത്ത് ഒരു ബിസിനസ് തുടങ്ങുവാൻ ഇടയായി. അപ്പൊ അവർ ബിസിനസ് തുടങ്ങി എന്നെ ഇവിടെ ബഹ്റിനിലേക്ക് കൊണ്ടുവന്ന 2007 ഞാൻ വന്നിട്ട് അവർക്ക് അവിടെ ബിസിനസ് കിട്ടണമെങ്കിൽ ബിസിനസ് ഒക്കെ വളരെ പരിചയമായി പോയി. അതൊന്നും നിന്നില്ല. 2 വർഷം കഷ്ടിച്ചിരുന്നു. അവിടെ ബിസിനസ് ഇല്ല, കച്ചവടം ഇല്ല. ആദ്യമായിട്ട് തുടങ്ങിയതാണ്. ഇവിടുത്തെ കച്ചവടം എങ്ങനെ ചെയ്യില്ല ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പണം നഷ്ടമായി. വാടക കൊടുത്തു, അങ്ങനെ സാധനം എല്ലാം നഷ്ടമായി. അവസാനം ഇവിടുന്ന് കൂട്ടിക്കെട്ടി 2 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. നാട്ടിൽ പോയി നിന്ന് നിലനിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ കോന്നിൽ തന്നെ ടൈൽ കടയിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇടയായി. ആ ടൈൽ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളും ഉണ്ട്. അവിടെ ഈ ആൾക്കാർ വേറെ ഈ ജാതികളായിരുന്നു. അവർക്ക് എപ്പോഴും വായു കൂടി സംസാരിക്കുന്നത് തെരുവിലിയും സംസാരം. എനിക്ക് ആ സമയത്തൊക്കെ മനസ്സിൽ വല്ലാതെ വിഷമം. ദൈവമേ, എനിക്ക് ഇവിടെ നിൽക്കാൻ എനിക്ക് പെട്ടെന്നില്ല. ദൈവം എനിക്ക് വേറൊരു വഴി ഒരുക്കി തരണം. എനിക്ക് അത്ര പെട്ടെന്ന് എനിക്ക് ഇവിടെ പോകുന്നു. ദൈവമേ, ആ വഴി കൊടുക്കാനുണ്ട്. എന്നെ കരുതാനും സഹായിക്കാൻ ആരും ഇല്ല. അപ്പൊ ദൈവം മനസ്സിന് മുമ്പിൽ ലജ്ജിപ്പാണ്. ദൈവം സമ്മതിക്കുകയില്ല. അതിന്റെ സ്തോത്രം. ആ സമയത്താണ് ഞാൻ ഇവിടുന്ന് ബഹ്റിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഞാൻ ഒരു കമ്പനിയിൽ, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഞാൻ ഈ സാക്ഷി പറയാൻ കമ്പനി ഉണ്ട്. ഈ കമ്പനിയിലേക്ക് ഞാൻ വന്ന് ഇവിടുത്തെ മാനേജറിനെ കണ്ടു സംസാരിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയി. അപ്പൊ പോയി കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രയാസങ്ങളിൽ നിന്ന് പോയി സമയങ്ങളിൽ നിന്ന് ഞാൻ അവിടുന്ന് നാട്ടിൽ പോയി. അപ്പൊ ദേവദാസനോട് ഇവിടുന്ന് മെസ്സേജ് വന്നു, പെട്ടെന്ന് പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു തരുന്നു. ഞാൻ അവിടുന്ന് ജോലി ചെയ്യാൻ കടയിൽ നിന്ന് 100 രൂപ മേടിച്ചിട്ട് ഞാൻ അവിടെ ഇന്റർനെറ്റിൽ പോയിട്ട് എന്റെ പാസ്പോർട്ടിന്റെ സ്കാൻ ചെയ്ത് ഇമെയിൽ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് വിസ ഒക്കെ റെഡിയായി ഇവിടെ വീണ്ടും മടങ്ങി വന്നു. അതിനു മുമ്പേ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ജീവിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിലല്ലേ ഇപ്പോ മൂത്ത മോനുണ്ട്, അമ്മ 2-3 വയസ്സായി. എങ്ങനെ നീക്കും? എല്ലാവരും പഠിച്ച് എല്ലാം വിശിച്ച മധ്യത്തിലാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ശനിയാഴ്ച ദിവസം ഞാനും എന്റെ ഭാര്യ ഒരു റൂമിലേക്ക് വെറും പ്ലാസ്റ്റിക് തറയില് പ്ലാസ്റ്റിക് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് എത്രത്തോളം ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം ആ ഗാനം പാടി ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ചു. സ്തോത്രം. ആ സമയങ്ങളിൽ ഓരോ പ്രാർത്ഥന ഞങ്ങള് ആവശ്യം പറഞ്ഞ്, ഞങ്ങളെ സങ്കടം പറഞ്ഞ്, ഞങ്ങൾ ഭാരം പറഞ്ഞ്, ഞങ്ങളെ ബുദ്ധിമുട്ട് പറഞ്ഞ്, ഞങ്ങളെ പ്രയാസം പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. എന്റെ വൈഫും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. 2 പേർ കരം കോർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച ശേഷം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ ചർച്ചിൽ പോയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ദാസൻ എന്നോട് ദൈവാർജനം പറഞ്ഞു, ബ്രദറെ, വീണ്ടും മടങ്ങിപ്പോകുന്ന പോലെ വഴി കാണിക്കണമുണ്ടല്ലോ, ഇങ്ങനെ ഈ തോലി ഒട്ടിക്കുന്നു പോകുന്ന പോലെ ദൈവാത്മാവ് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് വിശ്വാസമില്ലായിരുന്നു നടക്കുന്നു. എങ്കിൽ അന്ന് ശരി പാസ്റ്റർ, അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, ദേവദാസൻ ദൈവം കാണിച്ചതല്ലേ, അങ്ങനെ തന്നെ എന്റെ ജീവിതം ഉണ്ടാകട്ടെ. ഞാൻ പിന്നെ അങ്ങനെ ആശ്രയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ തിങ്കളാഴ്ച ജോലിക്ക് പോയ സമയത്താണ് ഇവിടുന്ന് കോൾ വരുന്നത്, മെസ്സേജ് വരുന്നത്, സ്റ്റഡി കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവം ജീവിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ദൈവം ഒരു വഴി കൊടുത്തു. ഞാൻ ഗൾഫിൽ വന്നു എന്നല്ല പറയുന്നത്, കാരണം അപ്പൊ ദൈവം അവിടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ദൈവമക്കൾക്കും ആവശ്യം വരുമ്പോൾ എന്താണ് അവർക്ക് ആവശ്യമാണ്, എന്താണ് അവർക്ക് നീഡ്, അപ്പൊ ആ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. വേറെ നിവൃത്തിയില്ലാതിരിക്കുന്ന സമയത്ത് ഇവിടെ വീണ്ടും കടന്നു വന്നു, ജോലി ചെയ്യുന്നു. എന്റെ കുടുംബത്തിലേക്ക് ഉപജീവനത്തിന് വേണ്ടി അവർക്ക് പൈസ, ഭക്ഷണം കഴിക്കാനോ ആഹാരത്തിന് വേണ്ടി പൈസ ഒക്കെ ദൈവം തന്നു. അതെല്ലാം ദൈവത്തിന്റെ നിമിത്തമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അന്ന് മുതൽ ഇന്നു വരെ ഈ ബഹ്റിൻ ദേശത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 17 വർഷമായി. അതിന്റെ ഇടയ്ക്ക് ഈ കൊറോണ കാലഘട്ടത്തിലെ സമയങ്ങളൊക്കെ
ഈ ദൈവത്തിന്റെ വചനം പഠിക്കുവാനും സ്വർഗത്തിൽ ദൈവം ഇടയാക്കി. അങ്ങനെ നമ്മുടെ കത്തദാസന്മാർ ഞങ്ങള് 5 പഞ്ചാബി സഹോദരന്മാർ, പിന്നെ ഞാനും, പിന്നെ വേറെ ആന്ധ്ര സഹോദരർ, അങ്ങനെ 7-8 പേർ, പിന്നെ മലയാളി സഹോദരന്മാർ 7-8 പേർ, അങ്ങനെ 10-15 പേർ ഞങ്ങൾ വലിയ വചനം പഠിക്കുവാൻ ഇടയായി. ഹിന്ദിയിലെ മലയാളത്തിലായിരുന്നു. ഞങ്ങൾ ഹിന്ദിയിലാണ് പഠിച്ചത്, അവർ മലയാളത്തിൽ പഠിച്ചു. വളരെ ശക്തമായി ദൈവവചനം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദേവദാസൻ സൈമൺ പാസ്റ്റർ, ജോമൻ പാസ്റ്റർ ഇവരെല്ലാം മുൻകൈ എടുത്തത്. ഞങ്ങൾക്ക് ഫീസൊക്കെ എല്ലാം അവരാണ് അടച്ചത്. സ്തോത്രം. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ ജോലി ആയിക്കൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് സാമ്പത്തികപരമായി ഞങ്ങൾക്ക് കുറച്ച് അതാണ്. അപ്പൊ അവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു വചനം പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഫീസും കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കും അതെല്ലാം ആ ദേവദാസന്മാർ മുൻകൈ എടുത്തിട്ട് നമുക്ക് എല്ലാം തന്നു. അപ്പൊ ഞങ്ങളെ പഠിപ്പിച്ചു, ക്ലാസ് ഒക്കെ പഠിപ്പിച്ചു, എക്സാം ഒക്കെ എഴുതിപ്പിച്ചു. പിന്നെ അവസാനം ഗ്രാജുവേറ്റ് ചെയ്തു 2018 തോന്നുന്നു. ആ സമയത്ത് ആ കാലഘട്ടത്തില് ഞങ്ങളെ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ ദാസന്മാർ ഹല്ലേലൂയ കരവെച്ച് അഭിഷേകം ചെയ്തു ഞങ്ങളെ ഈ ഗ്രാജുവേറ്റ് ശുശ്രൂഷ നടത്തുവാൻ ദൈവം സഹായിച്ചു. ഇതിന്റെ പിമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ദൈവം എല്ലാം പടിപടിയായിട്ട് ദൈവം ജീവിതത്തിലെ ആവശ്യമായുള്ള കാര്യങ്ങൾ ദൈവം നൽകി തന്നു. നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി അങ്ങനെ ആ രീതിയിൽ തന്നെ നടത്തി. ഈ വചനം പഠിക്കാനും വേണ്ടി സാഹചര്യം ഒരുക്കി. അങ്ങനെ ദൈവത്തിന്റെ നടത്തിപ്പാണ്. ദൈവത്തിന്റെ നടത്തിപ്പ് എത്ര നമുക്ക് പറഞ്ഞാല് തീരത്തില്ല. അതാണ് സ്തോത്രം. അങ്ങനെ 3 പ്രാവശ്യം മരിച്ചു പോകുന്നിടത്ത് ഞാൻ ആ മരണത്തിലെ ദൈവനെ വിടിപ്പിച്ചതാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ദൈവം എന്നെ 3 പ്രാവശ്യം ഞാൻ മരണപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ട് ഞാൻ മരിക്കാതെ എന്നെ ജീവനോടെ ശേഷിപ്പിച്ചത് എന്താണ് ഞാൻ ദൈവത്തോടെ ചോദിക്കുമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിട്ടാണല്ലോ ദൈവം രക്ഷിക്കുന്നത്. ഒരുവന് ദൈവത്തിന്റെ ഒരു പദ്ധതി ഇല്ലെങ്കിൽ, ദൈവ ഉദ്ദേശം ഇല്ലെങ്കിൽ അങ്ങനെ ദൈവം ചെയ്തില്ല. ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ 3 3 ആപത്തുകളിൽ നിന്ന് ദൈവം എന്നെ വിടിപ്പിച്ചതാണ്. അതിനുശേഷം വീണ്ടും ചെറിയ ഇപ്പോഴൊരു പ്രശ്നമുണ്ട്. ഒരു ഹാർട്ടിന്റെ പ്രശ്നം, വാൽവിന്റെ പ്രശ്നം. അതൊക്കെ കഴിഞ്ഞ് കൊറോണ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, നീ ജസ്റ്റ് പോയിട്ട് അവിടെ പോയി കാർഡിയോളജി പോയി കാണുന്നു, എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരം ദേവദാസന്മാർ പറഞ്ഞു, ഇതൊന്നും പോകണ്ട, പ്രാർത്ഥിക്കാൻ. ആ ദേവദാസന്മാർ ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. പിന്നെ എനിക്ക് ഇതുപോലെ ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ അന്നേരം ശ്വാസം മുട്ടൽ കിതപ്പൊക്കെ വന്നു. അപ്പൊ ഞാൻ നേരെ പോയിട്ട് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സൽമാനിയിൽ പോയിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്തു. എമർജൻസി പോയി ഒരാഴ്ച അഡ്മിറ്റ് ചെയ്തു. അവർ ചെന്നിട്ട് കുറെ ടെസ്റ്റൊക്കെ നടത്തി, എക്കോ ഒക്കെ എടുത്തു, ബ്ലഡ് ടെസ്റ്റ്, ECG, എക്സ്റേ എല്ലാം എടുത്തു. അത് ശേഷമാണ് അവർ കണ്ടുപിടിച്ചത് ചെറിയ വാൽവിന് കംപ്ലൈന്റ് ഉണ്ട്, ആ വാൽവ് റിപ്പയർ ചെയ്യാനും പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്ത് ഇവിടുന്ന് ബഹ്റിൻ നിന്ന് എന്നെ കമ്പനിക്കാർ എന്ത് പറഞ്ഞു, പോയിട്ട് നാട്ടിൽ പോയിടുക, കിട്ടാനുള്ള പൈസ എല്ലാം തന്നു. അങ്ങനെ പൈസ എല്ലാം തന്ന് നാട്ടിൽ വിട്ടു. ഞാൻ നാട്ടിൽ കടന്നുപോയി. സലോമി, ഞാനും അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മുടെ സഭയിൽ ദേവദാസന്മാർ കടന്നു വന്നു, സന്തോഷ് പാസ്റ്റർ, ബിനു പാസ്റ്റർ ഒക്കെ കടന്നു വന്നു, പ്രാർത്ഥിച്ചു. പറഞ്ഞു, നിങ്ങളൊന്നും ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് അവരുടെ വിശ്വാസമില്ല, നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സിരിച്ചിത്ര മെഡിക്കൽ കോളേജ് അവിടെ പോയിട്ട് ഞങ്ങൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാം ചെയ്തപ്പോൾ അവരെ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ വലിയ എമൗണ്ട് ഒക്കെ പറഞ്ഞു. ആ എമൗണ്ട് ഒക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യാനിരിക്കുന്ന സമയത്താണ് പിന്നെ ദേവദാസന്മാർ പറഞ്ഞത്, ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക. ഇത് ദൈവം തരുന്ന ശൂലമാണ്. പൗലോസിനെ കൊടുത്തതുപോലെ ഇത് ശൂലമാണ്. ദൈവം പേടിക്കേണ്ട, ദൈവം ആ മുഖത്തിന് വേണ്ടിയാണ്. അങ്ങനെ വിശ്വാസം ഒന്നുകൂടെ എന്നെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനും വേണ്ടി ഇടയായി. ആ സമയങ്ങളിൽ വീണ്ടും ഞങ്ങൾ പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ ആ ഉള്ളു പൈസ കൊണ്ട് എന്റെ ചെയ്ത് വീടിനെ കുറച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. വീടിന് വേണ്ടി മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ ഇതുവരെ ദൈവം എന്നെ നടത്തുന്നു. നോക്കുമ്പോഴേ ടെസ്റ്റ് ചെയ്യുമ്പോഴേ എല്ലാ ഹോസ്പിറ്റലിൽ ഞാൻ പല കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ടെസ്റ്റ് ചെയ്തു, പരിമല ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. അവിടെ എല്ലാം പറയുന്ന ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിന് നോക്കുമ്പോൾ, ലോകപരമായ വൈദ്യന്മാർ നോക്കുമ്പോൾ അവർക്ക് ഇതേ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ, ഓപ്പറേഷൻ ചെയ്യണം, ശരിയാക്കണം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുവാൻ ഇടയായി. അപ്പൊ ദൈവം എന്നെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ദൈവം നടത്തുന്നു. പ്രയാസങ്ങളുണ്ട് എന്നാൽ ദൈവം നടത്തുന്നു. അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ദൈവം ഓരോ ദിവസം ദൈവം അതിശയപരമായ ദൈവം നടത്തുന്നു. ആ സമയം എന്തെങ്കിലും ഒരുപാട് പണം ഉണ്ടായിരുന്നെങ്കിൽ, പണക്കാരായിരുന്നെങ്കിൽ പെട്ടെന്ന് ചാടി കയറി ഡോക്ടർമാരുടെ വാക്കൊക്കെ കേട്ട് പെട്ടെന്ന് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തതായിരുന്നു.
അപ്പൊ എനിക്ക് ഓപ്പറേഷൻ ചെയ്താലും ഞാൻ കടന്നു പോയാൽ എന്നെ എന്നെ പിന്താങ്ങാനും എന്നെ സഹായിക്കാനും ആരുമില്ല. 3 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഭാര്യ ഉണ്ട് എന്നെ സഹായിക്കാൻ. അപ്പനില്ല അമ്മയില്ല ആരുമില്ല. അപ്പൊ ഞാൻ അവിടെ കടന്നു പോയാൽ 6 മാസം റെസ്റ്റ് എടുക്കണം. ഓപ്പറേഷൻ ചെയ്താല് അത് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലെങ്കിൽ മറ്റേ കീ ഹോൾ സർജറി ചെയ്യുവാണെങ്കിൽ വലിയ എമൗണ്ട് ആവും. 22 ലക്ഷം രൂപ എന്ന് പറയും. 22 lakhs. ഈ പരിമല ഹോസ്പിറ്റലിൽ പറഞ്ഞു. ഓപ്പൺ ഹാർട്ട് സർജറി ആണെങ്കിൽ 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തു. എങ്കിലും ദൈവം അത് ചെയ്തിട്ടില്ല. കത്തിവെക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവത്തിന്റെ കൃപയായി ജീവനോടെ ഇരുന്ന ദൈവത്തെ ഉയർത്തുന്നു. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ആയുസ്സുകൾ, കർത്താവ് തരുന്ന സമയങ്ങൾ, പാടാകാതെ ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ചാനലിലൂടെ കടന്നു വന്ന് എനിക്ക് എന്നെ സാക്ഷ്യപ്പെടുത്തുവാനും ദൈവത്തെ കർത്താവ് ഉയർത്തുവാനും ഒരു ഭാഗ്യം തന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാമത്തിൽ ഞാൻ കടന്നു വന്നത്. സ്തോത്രം. എന്റെ വീട്ടില് എന്റെ പശ്ചാത്താപത്തിൽ കൂടി ഞാൻ വീണ്ടും പോവാം. ഞാൻ നാട്ടിലേക്ക് പോകുന്ന പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ അവിടെ ജനിച്ച് വളർന്നത്. അവിടെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി വലിയ ആഗ്രഹമുണ്ട്. സിനിമ പറയുമ്പോഴേ ഇങ്ങനെ അവിടെ തിയേറ്റർ വരുമ്പോൾ തിയേറ്റർ ചുമ്മാ പലക അടിച്ചത് റൂമാണ്. ആ റൂമിനകത്ത് ടിവിക്കകത്ത് ഈ പഴയത് വിസിപി ഉണ്ടല്ലോ, ആ വിസിഡി അന്നത്തെ കൂടെ കാസറ്റ് കേട്ട സിനിമ കാണിക്കുമായിരുന്നു. ആ സമയത്ത് 10 രൂപ 5 രൂപ മുന്നേ ടിക്കറ്റ് ആയിരുന്നു. ആ സമയത്ത് 5 രൂപ 10 രൂപ എടുക്കാൻ ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ 1-2 സഹോദരൻ കൂട്ടുകാരന്മാർ ചേർന്നിട്ട് തൂത്ത് കൊടുക്കും. ആ തിയേറ്റർ തൂത്ത് കൊടുത്തിട്ട് തിയേറ്ററുകളെ പിടിച്ചേറ്റ് കൊടുത്ത് അന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ടി വി കാണാം, ആ സിനിമ കാണാം. അങ്ങനെ സിനിമ കണ്ട് അങ്ങനെ നിന്ന് അവർ കൂടെ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോ ദൈവം അവിടെ എന്റെ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ശത്രുക്കളുണ്ട്. അവർ കൂടെ വലിയ വലിയ വാളൊക്കെ എടുത്ത് അവരുടെ കൂടെ നടക്കുന്നു. വലിയ വലിയ ആൾക്കാരുണ്ട്. എവിടുത്തെ ഈ കുറച്ച് ദാദാ പോലെ ആൾക്കാരുണ്ട്. അവരുടെ കൂടെ നടക്കുമായിരുന്നു. അങ്ങനെ കൂടെ നടക്കായിരുന്നു. പിന്നെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിട്ടാണ് ദൈവം എന്നെ അവിടുന്ന് രക്ഷിച്ചത്. സ്തോത്രം. എന്റെ വീട്ടില് എന്റെ പിതാവ് നേർച്ചകൾ കൊണ്ട് ഹല്ലേലൂയ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുമായിരുന്നു. അതൊന്നും അവർക്ക് നിത്യത്തിലേക്ക് എത്തിച്ചാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും അവരെ ഈ കോഴിയൊക്കെ കണ്ടിച്ച് ചോറ് കൊടുത്തു അവരെ അതിനെ പ്രസാദിപ്പിച്ച് നിൽക്കുമായിരുന്നു. അതിനകത്തുള്ള ദൈവനെ വേർതിരിച്ച് ഹല്ലേലൂയ അബ്രഹാമിനെ കൂടുതൽ നിന്ന് ഹല്ലേലൂയ വേർതിരിച്ചതുപോലെ അബ്രഹാമിന്റെ പിതാവ് വിഗ്രഹത്തെ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുന്ന ഉപജീവനം കഴിച്ചിരിക്കുന്ന പോലെ അബ്രഹാമിനെ ഊരിൽ നിന്ന് അവിടുന്ന് ദൈവം വേർതിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ പിതൃഭവനത്തെ നിന്റെ കുടുംബക്കാര് ചർച്ചക്കാരെന്ന് വിട്ട് ദൈവം വിളിച്ച പോലെ എന്നെ ദൈവം ആ കാലഘട്ടത്തിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ദൈവം എന്നെ പിടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ കേരളത്തിൽ വന്നതിന്റെ നിസ്സാരം ഇതാണ്, അത് എന്റെ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാൻ കോന്നിലെ ജോലി ചെയ്യുന്നു. അപ്പൊ അവിടെ ജോലി ചെയ്യുന്നു. അവിടെ 1-2 ചർച്ചുകൾ ഉണ്ടായിരുന്നു. AG ചർച്ച് ഉണ്ട്, ഒരെണ്ണം ഞാൻ സ്ഥാനപ്പെട്ട ചർച്ച് IPC ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെ പകല സമയത്ത് ഉപവാസം പ്രാർത്ഥനയ്ക്ക് വെക്കാറുണ്ട്. 21 ദിവസം ഉപവാസം പ്രാർത്ഥന, 7 ദിവസം ഉപവാസം പ്രാർത്ഥന. അവിടെ ഭയങ്കര ചെണ്ടാടി പ്രാർത്ഥനയൊക്കെയാണ്. ഭയങ്കര അന്യഭാഷയൊക്കെ പറഞ്ഞ് അവർ നിലവിളിക്കായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുക ഇതെന്തോ, ഞാൻ വേറെ ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇതെന്താ ഇങ്ങനെ ഇവിടെ ഒച്ച ഉണ്ടാക്കുന്നത്, സംസാരിക്കുന്നത്, ഇന്ന് എങ്ങനെ? പിന്നെ അവർ ചർച്ച ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആത്മാവിൽ ആ ദൈവത്തെ ആരാധിക്കുവാനാണ് പറയുമായിരുന്നു. അപ്പൊ എന്താ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്, ഭയങ്കര ഒച്ചപ്പാട്ടൊക്കെ ഉണ്ടാക്കാൻ എന്താ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സത്യദൈവം ഇതെല്ലാം പറയിപ്പിക്കുന്നത്, ഇതെല്ലാം കാണിക്കുന്ന ദൈവമാണ് വിശ്വസിക്കാൻ ഇടയായി. അപ്പൊ അവിടുന്ന് ആ ഒച്ചപ്പാടുണ്ടാക്കുന്ന അടയാളത്തെ ഈ കൈ അടിക്കുന്ന ചെണ്ട അടിക്കുന്ന സമയം ചർച്ചുകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് നിർത്തി. സ്തോത്രം. അവരുടെ കൂടെ ഇരുത്തി അതെന്താണ്, സത്യം എന്താണ്, ക്രിസ്തുവിന്റെ മാർഗം എന്താണ്, അപ്പൊ അതെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചു. സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി ദൈവം എല്ലാം മുഖാന്തരം അതിന്റെ ഇടയിലേക്ക് കൊണ്ട് എന്നെ ഇരുത്തി അവരുടെ കർത്താവ് ഒന്നിച്ചിരുന്ന് ആരാധിക്കാനും ദൈവം സഹായിച്ചു. അഭിഷേകം പ്രാപിക്കുവാൻ സഹായിച്ചു. ആ അഭിഷേകത്തോടെ ഇരുന്ന കർത്താവിനെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം അങ്ങനെ നടത്തുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ചിന്തിക്കുന്നത് പോലും കട്ടി വളരെ വ്യത്യസ്തമായി ദൈവം കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എന്നെ ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഒരുപാട് സമയം കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയൊക്കെ മനസ്സിൽ ആദ്യം കാലഘട്ടത്തിൽ ഭയങ്കര ആവശ്യമായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. കർത്താവിനെ വളരെ പൊല്ലിക്കും വ്യത്യാസമില്ലാത്ത രീതിയിൽ കർത്താവിന് വചനം പ്രമാണിക്കാൻ, അനുസരിക്കാൻ അങ്ങനെയുള്ള ആഗ്രഹം വെച്ച് ആ ദൈവവചനം എങ്ങനെ തല വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ സ്തോത്രം.
അപ്പോൾ ഈ പറയുമ്പോൾ ദൈവസഭയിലെ സാക്ഷി പറയാൻ വേണ്ടി ഇവിടുത്തെ സഭയിൽ ബഹറിലൊക്കെ സാക്ഷി പറയുന്ന സമയത്ത് അവിടെ സാക്ഷി പറയാൻ ആരുമില്ല. ഞാൻ ഓർത്തിരുന്നു, ദൈവമേ എനിക്ക് ദൈവത്തിന്റെ വചനപരമായി വചനത്തിന്റെ വഴികൾ എനിക്ക് പഠിച്ചു തരണം. ഞാൻ അത് പഠിച്ചാലേ എനിക്ക് അവരോട് വന്ന് നിന്നുകൊണ്ട് അവർ സാക്ഷി പറയാതിരിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് 10 വാക്ക് പറഞ്ഞിട്ട് ഇരുന്നോളാണെങ്കിൽ ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു. അവിടെ ദൈവസഭയിലെ കടന്നു പോയിട്ട് സാക്ഷിക്കുവാനും അവരെ ഇടയിലിരുന്ന് കർത്താവ് ദൈവം തരുന്ന വാക്കുകളൊക്കെ പറയുവാനും പ്രബോധിക്കുവാനും ദൈവം എന്നെ അവർ ബലപ്പെടുത്തി. സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മാവ് തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം. ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ വെള്ളിയാഴ്ച പകൽക്കാലമാണല്ലോ. ഇന്ന് അനേക ചർച്ചകൾ ദൈവസഭ ആരാധന നടക്കുന്ന സഭയാണ്. ഇന്ന് ഇവിടെ പകൽക്കാലം നമുക്ക് ആരാധന നടത്തുന്ന എനിക്ക് ആരാധന കടന്നു പോകണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് സാക്ഷി പറയുവാൻ ഇടയായി. ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ദൈവം ചെയ്ത വഴികളുണ്ടെന്ന് അങ്ങനെ എത്ര നന്ദി പറഞ്ഞാൽ മതി വരികയില്ല. വേറെ എന്റെ കൂട്ടർക്കത്തെ ദാസനുണ്ട് ഈ കേരളത്തിലെ ഭാഗമണ്ണില്. ആ ദൈവദാസനോട് അങ്ങനെ ഓൺലൈനിൽ കൂടെ പരിചയപ്പെടുവാൻ ദൈവം ഇടയായി. ദാസനെ വിളിച്ചു സംസാരിച്ചു. ദാസന് ചെറുപ്പത്തിൽ എന്റെ കൂട്ട കേരളത്തിൽ കടന്നു വന്നു, ജോലിക്കായി കടന്നു വന്നു. ജോലിക്കായി ചെയ്ത സമയങ്ങൾ അവിടെ പ്രായമായി വർദ്ധിക്കത്തിലായി, മക്കളൊക്കെ എല്ലാം വലുതായി പഠിച്ചു. അവരെല്ലാം അത് ജോലി സ്ഥാനത്തായിരിക്കുന്നു. കർത്താവ് ദാസനെ ബുദ്ധമതത്തിൽ നിന്ന് ദാസനെ വേർതിരിച്ചു. ആ കർത്താവ് ദാസൻ ജീവൻ കുമാർ എന്ന പാസ്റ്ററിന്റെ പേര്. ദേവദാസനെ കാണുവാനും വേണ്ടി ആഗ്രഹിച്ചു. കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി സമയം ലഭിക്കുവാണെങ്കിൽ ദാസനെ പോയി കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്റെ കഴിഞ്ഞകാലങ്ങൾ ദൈവം വളരെ വ്യത്യസ്തമായിട്ട് നടത്തിയതാണ്. അപ്പോൾ ഞാൻ കോന്നിയില് കുറെ നാൾ ഞാൻ ജീവിച്ചു. സ്തോത്രം. 98 മുതൽ 2007 വരെ ഞാൻ കോന്നിയില് ജീവിച്ചത്. കോന്നി ടൗണില് ആ കടലിലെ ജോലി ചെയ്യുന്ന സമയത്ത് സ്വർണ്ണക്കടലിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടുന്ന് സ്വർണം എടുത്തുകൊണ്ട് ഞാൻ പുനലൂർ, പത്തനംതിട്ട അങ്ങനെ പല സ്ഥലത്ത് സ്വർണം കൊണ്ടുപോകാമായിരുന്നു. ആ സ്വർണം എടുത്ത് വേറെ കടകളിൽ പോയി കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. ഒരുപാട് ദൈവം എന്നെ ഏൽപ്പിച്ച അങ്ങനെ ഞാൻ ഓർക്കാറുണ്ട്. ആ സമയത്ത് ആ പൈസ അല്ലെങ്കിൽ ആ സ്വർണം എടുത്തുകൊണ്ട് വിട്ട് മറിച്ച് എനിക്ക് നാട്ടിൽ പോയിട്ട് എനിക്ക് സുഖമായിട്ട് രക്ഷപ്പെടായിരുന്നു. അപ്പൊ ദൈവം ആ സമയത്ത് ദൈവം എന്നെ വിശ്വാസം എന്നെ പരീക്ഷിച്ചു. അപ്പൊ സ്വർണ്ണക്കടത്ത് ഒരുപാട് നമുക്ക് ആ സമയത്ത് സ്വർണ്ണത്തിന് വലിയ വിലയില്ല. ഞാൻ കടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഓർപ്പോവണിന് 5000 രൂപയ്ക്ക് ഉള്ളായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ ഓർപ്പോവൻ സ്വർണത്തിന് 50,000 രൂപ ആവും ഇപ്പൊ. അപ്പൊ ദൈവം അന്ന് എല്ലാം പഠിപ്പിച്ച് അന്നത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെ സ്വർണം കടലിൽ ജോലി ചെയ്ത് ആ വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കുമായിരുന്നു. ആ അച്ഛനെ എപ്പോഴെപ്പോഴും അവിടുത്തെ അച്ഛൻ പുള്ളിക്ക് സിഗരറ്റ് വേണം, സിഗരറ്റ് വലിക്കുമായിരുന്നു. എന്നെ എപ്പോഴും കടയിൽ പോയിട്ട് സിഗരറ്റ് വലിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ മേടിച്ചുണ്ടോ സിഗരറ്റ്? ഒരു ദിവസം കുറഞ്ഞൊരു 10-12 സിഗരറ്റ് വലിക്കുക അച്ഛൻ. എന്നെ കൂടെ മേടിപ്പിക്കുമായിരുന്നു. അവിടെ കടയിൽ പോയിട്ട് സിഗരറ്റ് മേടിക്കുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കല്ല് കുടിക്കുമായിരുന്നു. കല്ല് കുടിക്കുന്ന അവിടെ ഞാൻ സിവിൽ സപ്ലൈ പോകുമായിരുന്നു. സിവിൽ സപ്ലൈ പോയിട്ട് ക്യൂ നിന്ന് മദ്യം മേടിച്ച് അവർക്ക് വെടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ ദൈവമേ ഞാൻ ആ സമയത്ത് ഞാൻ വിശ്വാസത്തിൽ വന്ന സമയങ്ങളിലാണ്. എന്നാലും ഞാൻ ഭയപ്പെട്ടു, ദൈവമേ എനിക്ക് അതിനകത്ത് എങ്ങനെയെങ്കിലും എന്നെ വിടിപ്പിക്കണം. എന്നെ എന്നും ഞാൻ എങ്ങനെ ജോലി അടുത്ത് പണി ചെയ്ത് അവർക്ക് സിഗരറ്റ് മേടിച്ച് കൊടുത്തിട്ട് ഈ മദ്യം മേടിച്ച് കൊടുത്തിട്ട് എനിക്ക് ഈ ജോലി എനിക്ക് ചെയ്യാൻ വയ്യ. ഞാൻ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം ആ സമയങ്ങളിലൊക്കെ ദൈവം കേട്ടു. അവൻ ആ സാഹചര്യം അറിഞ്ഞു. ദൈവം എന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു, എന്റെ പ്രയാസം അറിഞ്ഞു. ദൈവം അവരുടെ കൂടെ അവർ തന്നെ എനിക്ക് പാസ്പോർട്ട് എടുത്തു തന്നു. പാസ്പോർട്ട് എടുത്തിട്ടാണ് ഇവരെല്ലാം എനിക്ക് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഞാൻ 8-10 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് അവർ ഒന്നും തന്നിട്ടില്ല. ഞാൻ എന്റെ ആഗ്രഹിച്ചത് എനിക്ക് എന്തെങ്കിലും അവർ കുറെ നാൾ കഴിയുമ്പോഴേ എനിക്ക് വീട് വെച്ച് തരൂ, ഇല്ലെങ്കിൽ ഒന്നിച്ച് എനിക്ക് ഞാൻ ജോലി ചെയ്ത പൈസ ഒന്നിച്ച് എനിക്ക് കിട്ടും. ആ വിശ്വാസത്തിലായിരുന്നു ഞാൻ പൈസ പോലും മേടിക്കാതെ അവർ കൂടെ ആഹാരം മാത്രം കഴിച്ച് അവർ തരുന്ന വസ്ത്രം ഉടുത്ത് ആ തന്ന ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കുമായിരുന്നു. അവസാനം എനിക്ക് ഒന്നും അവിടെ ഒന്നുമില്ല. പിന്നെ അവസാനം കർത്താവ് അവർക്ക് വേണ്ടി ഒറ്റ ഒരു കാര്യം ചെയ്യിപ്പിച്ച ഈ പാസ്പോർട്ട് എടുപ്പിച്ചു. എനിക്ക് പാസ്പോർട്ട് എടുക്കുമ്പോൾ എനിക്ക് കേരളത്തിന്റെ ഒരു അസാധ്യമാണ്. ഞാൻ ജനിച്ചത് വെസ്റ്റ് ബംഗാളിൽ ജനിച്ച മനുഷ്യൻ. ഞാൻ കേരളത്തിലേക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒന്നുമില്ല, വഴികളൊന്നുമില്ല. അന്നേരം എനിക്ക് അവിടുന്ന് അച്ഛന് ഐഡന്റിറ്റി കാർഡ് വോട്ടിന്റെ ലിസ്റ്റിലെ പേര് ചേർത്തു, റേഷൻ കാർഡിലെ പേര് ചേർത്തു. അപ്പൊ എനിക്ക് അവിടെ മകനായിട്ട് താമസിപ്പിച്ചു. റേഷൻ കാർഡിലെ പേരുണ്ട്, വോട്ടിന്റെ പേരുണ്ട്, ബാങ്കിലെ അക്കൗണ്ട് ഉണ്ട്. ഈ പ്രൂഫ് വെച്ചിട്ട് എനിക്ക് പാസ്പോർട്ടിന് അപേക്ഷിച്ചു. അപ്പൊ അച്ഛന്റെ ആ സമയത്ത് അവർക്ക് ഈ പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നു, ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം എനിക്ക് പാസ്പോർട്ടൊക്കെ എടുത്ത് തന്നു. ആ പാസ്പോർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട്
ഗൾഫിൽ പോകാനുള്ള ആഗ്രഹമൊക്കെ വന്നു. ആഗ്രഹമൊക്കെ വന്ന സമയത്ത് ഓരോ ഏജൻസികളിലൊക്കെ വിളിക്കണം, ചോദിക്കണം. സെക്യൂരിറ്റി പണിക്ക് വേണ്ടി ആദ്യം വിളിക്കണം. ദൈവമേ, എനിക്ക് ഗൾഫിൽ പോകണം. ഓരോ ഏജൻസി വിളിക്കുമ്പോഴാണ് ചോദിക്കുന്നത് സർവീസ് ചാർജ് 1.5 ലക്ഷം 2 ലക്ഷം ചോദിക്കുക. ആ സമയത്ത് എനിക്ക് അത്ര പൈസ ഇല്ല, ഒന്നുമില്ല. ഞാൻ ആകെ കിട്ടുന്നത് ആ സമയത്ത് 10,000-3,000 രൂപ കിട്ടുക മാസം ജോലി ചെയ്താലേ. ആ 3,000 രൂപ കിട്ടുന്ന ജോലി ചെയ്യുന്ന മനുഷ്യന് എങ്ങനെ ഈ സർവീസ് ചാർജ് എത്ര പൈസ കൊടുത്തിട്ട് മടക്കി പോകും? അപ്പൊ ദൈവം അതെല്ലാം ദൈവത്തിന്റെ വഴി അതല്ലായിരുന്നു. അപ്പൊ അതെല്ലാം നിന്നു. പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാണ് അവർ നിമിത്തം അവർ തന്നെ, ഞാൻ താമസിച്ച വീട്ടിലെ തന്നെ അച്ഛനോട് ബിസിനസ് ഇട്ട ബന്ധമില്ല. അത് നിമിത്തമാണ് അവരെ കൂടെ ദൈവം എന്നെ ചെയ്യിപ്പിച്ചു. ബിസിനസ് ഇട്ടു. അവിടെ നിന്ന് പാസ്പോർട്ട് എടുപ്പിച്ചു. എന്നെ ദൈവം വിദേശത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അവരുടെ കൂടെ 8-10 വർഷം ജോലി ചെയ്തു. അതും എനിക്ക് ഒന്നും തന്നില്ല. അതിനെക്കാട്ടി ഇരട്ടിയായിട്ട് ദൈവം എനിക്ക് ഇവിടെ തന്നു. സ്തോത്രം. അപ്പൊ എനിക്ക് മനുഷ്യന് എത്ര തടഞ്ഞാലേ, മനുഷ്യന് എത്ര കരുത്തില്ല എന്ന് പറഞ്ഞാലേ അവിടെ ദൈവം പ്രവർത്തിക്കാനാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാന് ഒരുവന് ഉണ്ടെങ്കിൽ ദൈവം സകലതും അറിയുന്ന നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന് ഉപ്പയിൽ നിന്ന് ഉയർത്തുന്ന നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടുന്ന് ദൈവം എന്നെ അത്രത്തോടെ ദൈവം കൂട്ടിക്കൊണ്ട് വന്നു. ഹല്ലേലൂയ. ദൈവം അതിശയപരമായി, അത്ഭുതപരമായി ദൈവം നടത്തുന്നു. ഓരോ ദിവസം ദൈവത്തിന്റെ നടത്തിപ്പാണ്, ദൈവത്തിന്റെ കരുതലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ വഴികൾ നമുക്ക്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നമുക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ ജീവിതം നോക്കിയാലേ, ഒരുപാട് പശ്ചാത്താപം നോക്കിയാല്, നമ്മൾ വന്ന വഴികൾ നോക്കിയാല്, ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കിയാല് വലിയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങൾ ഉണ്ട്. എങ്കിലും അവർ ദൈവം താങ്ങുന്നു. ദൈവം വേണ്ടതെല്ലാം നൽകി തരുന്നു. നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന നമ്മുടെ ദൈവമാണ്, ജീവിക്കുന്ന കർത്താവാണ്. ആ ദൈവത്തെ നമ്മുടെ ആവശ്യം പറഞ്ഞ് നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം നിശ്ചയമായി ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. എന്നെ ദൈവം എന്നെ നടത്തി, എന്നെ വളരെ കഷ്ടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നടത്തുന്ന ഈ ദൈവമാണ്. ആരും ഇല്ല, സഹായിക്കാൻ ആരും ഇല്ല, അപ്പനില്ല, അമ്മയില്ല, ആരും ഇല്ല. എങ്കിൽ ദൈവം നടത്തും. ഇതുവരെ ദൈവം നടത്തി. സ്തോത്രം. എല്ലാവരും കൈവിട്ട അവസ്ഥയില്, സ്തോത്രം, പാർക്കാൻ സ്വന്തമായിട്ട് പാർപ്പിടമില്ലായിരുന്നു. അവിടെ കേരളത്തിന്റെ ചെറിയൊരു വീട്, കൊച്ചൊരു വീട് ദൈവം വെക്കുവാൻ ദൈവം സഹായിച്ചു. ആ വീട് എങ്ങനെ പൂർത്തീകരിക്കും? ഒരു വഴിയില്ല. ദൈവം കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യിപ്പിച്ചു. ഇവിടെ ജോലി ചെയ്യിപ്പിച്ചു. ആ വീട്ടിലെ കുടുംബം കാര്യങ്ങൾ നോക്കി അതിന് അല്പം കിട്ടുന്ന പൈസ സ്വീകരിച്ച് ഓരോ പ്രാവശ്യം വീട്ടിന് പോകുന്ന സമയത്ത് നാട്ടിലെ തന്നെ ഹെൽപ്പറായിട്ട് നിന്ന് മേശരിമാരുടെ കൂടെ ഇരുന്ന് അവർക്ക് എല്ലാ ജോലിയൊക്കെ ചെയ്ത് അവർക്ക് ഭയങ്കര കൂലിയൊക്കെ കൊടുത്ത് അങ്ങനെ വീടിന്റെ പണി കുറച്ച് ചെയ്ത് ഒരുപാട് നീണ്ടുപോയി. ഇതുവരെ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല. ദൈവം അങ്ങനെ തന്നെ. നമ്മൾ ഒരുപാട് ലോൺ എടുത്തിട്ട്, കടം എടുത്തിട്ട് വീട് തീർക്കുവാനല്ല ദൈവത്തിന്റെ എന്നെ കുറിച്ചൊരു പ്ലാന്. ചില ആൾക്കാരുണ്ട് അങ്ങനെ പെട്ടെന്ന് 10, 50, 40 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വീട് തീർക്കും. അവിടെ സമാധാനമായി അവിടെ പാർക്കുവാനും താമസിക്കാൻ കഴിയുന്ന ഉറപ്പും എടുത്തില്ല. അതിന് ദൈവം, ഞാൻ ലോൺ എടുക്കാൻ വേണ്ടി പോയി, ഒരേ വഴികളൊക്കെ പോയി, വക്കീലിനടുത്ത് പോയി, വില്ലേജ് ഓഫീസിൽ പോയി, പഞ്ചായത്ത് ഓഫീസിൽ പോയി, അവൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. എല്ലാം കടന്നുപോയി. ദൈവം അതിന് ലോൺ എന്നെ എടുപ്പിച്ചില്ല, എന്നെ കടം ദൈവം എടുപ്പിച്ചില്ല. എല്ലാം പറഞ്ഞാൽ നമുക്ക് കടം എടുത്തു പോയാൽ നമുക്ക് സമാധാനമായി അവിടെ പാർക്കാൻ കഴിഞ്ഞില്ല. ഈ ജോലി തൽക്കാലമാണ്. ജോലി എപ്പോ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ലോൺ അടയ്ക്കാനും പറയുമ്പോഴേ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ലോൺ എടുത്താൽ നമുക്ക് ഒരിക്കലും അടച്ച് തീരാൻ പറ്റത്തില്ല. നമുക്ക് 10 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 20 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. ദൈവം എന്നെ അനാഥരായിട്ടുള്ള കർത്താവ് വിടാതെ എന്നെ ദൈവം അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് അല്പം കിട്ടുന്ന പണം കൊണ്ട് ആ വീടിന്റെ പണികളൊക്കെ ചെയ്യാൻ ദൈവം സഹായിച്ചു. ദൈവം എന്നെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. രോഗങ്ങൾ വന്നു, കഷ്ടങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, മറന്ന വഴി കാര്യങ്ങൾ വന്നു. അവിടെയെല്ലാം ദൈവം എന്നെ ദൈവം എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിനെ ജീവനുള്ള സാക്ഷികൾ നിർത്തി വചനത്തെ കർത്താവ് ആഴവിൽ വചനത്തെ സത്യവചനത്തെ കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. നീ ലോകം പറഞ്ഞു ഹല്ലേലൂയ കൈവിട്ടു മറിക്കൂ, വചനം പറഞ്ഞു നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന കർത്താവിന് വർണ്ണിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഓരോ ദൈവദാസന്മാർ, ഓരോ ദൈവമക്കൾ എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നെ കൈത്താങ്ങി, എന്നെ സഹായിച്ചു. അവർ ഓരോരുത്തർക്കും കർത്താവ് പ്രാർത്ഥനാപരമായ സഹായം, പ്രാർത്ഥനാപരമായി കൈത്താങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സാമ്പത്തികപരമായി അല്ല, ഇതുവരെ എന്നെ ഓരോ മാനസികം സാമ്പത്തികപരമായി കൈത്താങ്ങിയിട്ടില്ല. കൈത്താങ്ങിയത് എന്റെ ദൈവമാണ്. സ്വർഗത്തിൽ ദൈവമുണ്ട്. ആ ദൈവമാണ് എന്നെ ഇന്ന് വരെ ദൈവം നടത്തിയത്, പിന്താങ്ങിയത്. ദൈവം എനിക്ക് എല്ലാം ആവശ്യമായിരിക്കും. ഇന്ന വഴികൾ ദൈവം അല്ലാതെ മനുഷ്യൻ അവർ ചെയ്യാൻ പറഞ്ഞിടത്ത് അവർ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ട്. പലപ്പോഴും മനുഷ്യനെ ആശ്രയിച്ചു, പ്രഭുക്കന്മാരെ ആശ്രയിച്ചു, അതെല്ലാം വ്യർത്ഥമായി പോയി. സ്തോത്രം. അല്ലെങ്കിൽ മനുഷ്യനെ ചിലതൊക്കെ ചെയ്യും, അവരെന്നെ സഹായിക്കും, എന്നെ നല്ല കാര്യങ്ങൾ വീട് വെച്ച് വരുമെന്ന് വിശ്വസിച്ചു. അവിടെ ഒന്നും മനുഷ്യന്റെ സഹായം വ്യർത്ഥമായിരുന്നു. സ്തോത്രം.
അവർ ആരെ തന്നെ ചെയ്യാതെ തന്നെ എല്ലാ കാര്യങ്ങളും എന്റെ ദൈവം എനിക്കായി ചെയ്ത് തത്തുന്നത്. ആ ദൈവത്തെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയും സ്വോത്രം സ്വോത്രം സ്വോത്രം. കുഞ്ഞു നാൾ മുതൽ ആളിൽ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ച് കർത്താവ് അനുഭവങ്ങൾ കഴിഞ്ഞ അനുഭവങ്ങളിലൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഹാലലുയ സ്വോത്രം. ഇപ്പൊ എനിക്ക് നോക്കുമ്പോൾ ദൈവമേ ഞാൻ എങ്ങനെ വരേണ്ടി മനസ്സിനല്ലായിരുന്നു. കർത്താവ് എന്നെ എവിടെ നിന്ന് ദൈവം പിടിച്ച് കൊണ്ടുവന്നു. ദൈവത്തിന്റെ വിളിയാണ്, ദൈവത്തിന്റെ വഴിയാണ് സ്വോത്രം. ആ ദൈവത്തിന്റെ വഴി എനിക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിലെ വഴിയില്ലാത്ത വഴികൾ ഉണ്ടാക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് കർത്താവ് അസാധ്യമായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സാധ്യമാക്കി തന്നത്. സ്വോത്രം. ഹല്ലേലൂയ. വിശ്വാസം എന്നും ഒരു കുടുംബ ജീവിതം, ഹല്ലേലൂയ, ജോലി, ഇതെല്ലാം കർത്താവ് ബോധ്യമായ അംശമാണ്. ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. അതെല്ലാം നിറവേറ്റി തരാൻ നമ്മുടെ ദൈവമാണ്. സ്വോത്രം. ആ ദൈവത്തിന്റെ സഹായമാണ് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എന്നെ സഹായിച്ചിട്ടില്ല, എന്റെ കർത്താവ്, എന്റെ ദൈവം ഇന്ന് വരെ ദൈവം നടത്തുന്നത്. ഓരോ ദിവസങ്ങൾ ബുദ്ധിമുട്ട് വരുമ്പോൾ, ആവശ്യം അനുസരിച്ച് വരുമ്പോൾ ദൈവം നടത്തുന്നു. സ്വോത്രം. പലപ്പോഴും എന്റെ കഴിഞ്ഞ അനുഭവം ഉണ്ടാകും. എന്തെങ്കിലും ആവശ്യമുണ്ട്, വിഷയങ്ങളുണ്ട്, ഉടനെ ഞാൻ എഴുതിയെടുക്കാറുണ്ട്. പേപ്പറിനകത്ത് എഴുതിയിട്ടിട്ട് പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി ബൈബിളിനകത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഓൺ ദ സ്പോട്ടിൽ മറുപടി കിട്ടുമായിരുന്നു. സ്വോത്രം. ഞാൻ പറഞ്ഞ എന്റെ അനുഭവം ഞാൻ പറയാം. എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിന്റെ തന്നെ കിട്ടിയ അനുഭവമാണ്. ഞാൻ ഇവിടേക്ക് കമ്പനിയിൽ വന്ന സമയത്ത് ഏറ്റവും കുറവ് ശമ്പളം എനിക്കാണ്. ഇവിടെ എല്ലാം നല്ല ശമ്പളം മേടിക്കുന്നതാണ്, എനിക്ക് മാത്രം ശമ്പളം കുറവാണ്. 120 ദിനാർ ശമ്പളമായിരുന്നു എനിക്ക് കിട്ടുന്നത് ആദ്യം. സ്വോത്രം. ഞാൻ ആദ്യം ജോലി ചെയ്തിട്ട് ഞാൻ 80 ബിഡിക്ക് ജോലി ചെയ്ത് 80 ദിനാറിന് ജോലി ചെയ്ത സമയത്ത് 2 വർഷം കടലിൽ ജോലി ചെയ്തു. ആ സമയത്ത് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, 2000 രൂപ നാട്ടിൽ അയക്കുന്നു, 2000 രൂപ റൂം വാടക അടയ്ക്കുന്നു. പിന്നെ അങ്ങനെ പകുതി പൈസ കിട്ടും, പകുതി പൈസ കിട്ടത്തില്ല. അങ്ങനെ വളരെ പ്രയാസങ്ങൾ കടന്നുപോയി. ദൈവദാസി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഓർക്കൊരു പ്രാർത്ഥന പ്രേയർ ടവറിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. ഈ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം എല്ലാം ശാരീരിക മാറ്റങ്ങൾ വെട്ടി കൊണ്ടുവന്നു. അപ്പൊ അവിടുന്ന് ജോലി പോയി. അപ്പോൾ പുതിയ ജോലി തന്നു. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് 120 ദിനാറിന് ശമ്പളത്തിന് എന്നെ ജോലികളിൽ കൊണ്ടു നിർത്തി. ആ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മുലാളി ബോസ്, അറബി ഓണർ, എന്നെ വണ്ടിക്ക് വിളിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ഈ ബോട്ടുണ്ട്, കടലിലെ ബോട്ട്, പുള്ളിയാടൊക്കെ മീൻ പിടിക്കാനൊക്കെ പോവുക, ചുമ്മാ ടൈം പാസ് എൻജോയിന് പോകും. അപ്പൊ അവിടുന്ന് കുറച്ച് ബോട്ടിനകത്ത് കുറച്ച് പണികളുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി. എന്നെ കൊണ്ടുപോയി. ഞാൻ കൂടെ പോയി എന്നെ എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരക്കി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിന്റെ എത്ര മക്കളാണ് എല്ലാം ചോദിച്ചു. ഞാൻ എല്ലാം പറഞ്ഞു. എനിക്ക് 2 മക്കളുണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു. വീട്ടിലെ അവസ്ഥ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ശമ്പളം എത്രയാണെന്ന് പറഞ്ഞു ചോദിച്ചു. സാലറി എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 120 ദിനാർ സാലറി എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ ജോസഫിനോട് ഞാൻ പറയാൻ പറഞ്ഞു. ജോസഫ് ഇവിടുത്തെ മാനേജറോട് പറയാൻ അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറയാം, നിങ്ങൾ സാലറി കൂട്ടി തരാൻ പറയും. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ വന്നിട്ട് സെയിം ടൈം എന്നെ കണ്ട ഉടനെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ദൈവം ആരാണ്? പ്രഭുക്കന്മാരോട് ഇടപെടുന്ന ദൈവമാണ്. സ്വോത്രം. ദൈവം സംസാരിച്ചു. വലിയ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ദൈവമാണ്. അവർ ഇടപെട്ടു. സ്വോത്രം. ആ ഓൺ ദ സ്പോട്ടിൽ ഫോൺ വിളിച്ചിട്ട് മാനേജറോട് പറഞ്ഞു, ഇവന്റെ സാലറി അടുത്ത മാസം മുതൽ 150 ആക്കാനൊക്കെ പറഞ്ഞു. 120 ദിനാർ സാലറി ജോലിച്ച് 30 പേർ ഒറ്റയടിക്ക് നീക്കി കൂട്ടി തന്നു. സ്വോത്രം. അത് ഞാൻ പറഞ്ഞ എന്താണ്? അപ്പൊ ഞാൻ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഈ പൈസ കൊണ്ട് എനിക്ക് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദൈവം കുറച്ച് ദൈവം ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾ എഴുതി. അപ്പൊ നമുക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള വന്നത്. അപ്പൊ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥിച്ച വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ ബോസ് എന്നെ വിളിച്ച് കൊണ്ടുപോകുന്നു, എന്റെ കാര്യങ്ങൾ തിരക്കുന്നു, എന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് കാര്യങ്ങൾ, ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാനേജറെ വിളിച്ച് പറയുന്നു, ഇന്ന് അടുത്ത മാസം സാലറി കൂട്ടി കൊടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ അവർ മാനേജർ കൂട്ടിയാലേ അവർ 30 ദിനാർ ഒരിക്കലും കൂട്ടത്തില്ല. 30 ദിനാർ അവർ ഇപ്പോഴത്തെ കാലത്ത് 10 ദിനാർ 15 ദിനാറാണ് അവരുടെ സാലറി കൂട്ടുന്നത്. ബോസ് ഡയറക്റ്റ് നമ്മുടെ ബോസിനോട് ഇടപെട്ടുകൊണ്ടാണ് ആ കൂട്ടി തന്ന. ആ ചെറിയൊരു അനുഭവമാണ് ഞാൻ ദൈവജനത്തോടെ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വിശ്വാസമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന. ആ സമയത്ത് ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, ഓരോ വിഷയങ്ങൾ എഴുതി വെക്കും. പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് ഓരോ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം കർത്താവ് എന്തോ ആവശ്യം ഉണ്ടെങ്കിൽ ദൈവം നടത്തി തരുന്ന ദൈവമാണ്. ഞാൻ കഴിഞ്ഞ നാൾ പറഞ്ഞല്ലോ,
നിശ്ചിത ബൂത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഫോൺ വിളിയില്ല, ഒന്നുമില്ല, വലിയൊരു ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം എന്തെങ്കിലും മേടിച്ച് പോകണം, പച്ചക്കറി മേടിക്കണോ, പാൽ മേടിക്കണോ, പൈസയില്ല, ഒന്നുമില്ല, വളരെ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലാണ് പെട്ടെന്ന് ഒരാൾ ഫോൺ ചെയ്ത് വരുന്നത്. അവസ്ഥയിൽ ബൂത്തിൽ ഗൾഫിലേക്ക് വരുന്നത്. ഗൾഫിലേക്ക് വിളിക്കുമ്പോഴാണ് അങ്ങനെ പെട്ടെന്ന് പൈസ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ 3.5 രൂപ തുടക്കത്തിൽ അങ്ങനെ 4, 5, 6, 10, 20 അങ്ങനെ പെട്ടെന്ന് 100 രൂപയ്ക്കാവുന്നു. അപ്പൊ 2-3 പേര് ഗൾഫിലേക്ക് വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് അന്നത്തെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. അപ്പൊ ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം എന്നെ നടത്തി സഹായിച്ചു, വഴി നടത്തി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവിന്റെ ചെയ്ത ഉപകാരങ്ങൾ, മരണത്തിനെ വിടുവിച്ചു, രോഗത്തിനെ വിടുവിച്ചു, ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം കൂടെ ഇരുന്നു. ഇനി കർത്താവിന് വേണ്ടി ഫലം കഴിക്കണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഈ ദൈവം തരുന്ന കർത്താവ് തരുന്ന ഒരു ആയുസ്സുണ്ട്. ലഭിക്കുമ്പോൾ ദൈവം തരുന്ന എവിടൊക്കെ ദൈവം എന്നെ ഇതുപോലെ സാക്ഷ്യപ്പെടുത്താനും വചനപരമായി ദൈവം എന്നെ അവസരം കൊടുക്കും. ആ അവസരങ്ങൾ പാടാക്കാതെ ശക്തമായി നിന്നു ലഭിക്കുന്നത് പോലെ, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞത് പോലെ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, ദൈവജനം, ദൈവദാസൻ പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടി ഉള്ളു കർത്താവിന്റെ നാമത്തിൽ പ്രയോജനപ്പെടണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകണം, രോഗികൾ സൗഖ്യമാകണം. അങ്ങനെയുള്ള ആ തലത്തിലുള്ള അഭിഷേകം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാളുകളിൽ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വിടുതൽ കൊടുക്കണം. ആ വിടുതൽ കൊടുക്കുമ്പോൾ ആ വിടുതൽ കണ്ടിട്ട്, ആ വിശ്വാസം കണ്ടിട്ട് ആ ദൈവത്തെ അറിയുവാൻ വേണ്ടി അനേകർക്ക് വേണ്ടി വഴികൾ കൊടുക്കും. അങ്ങനെ ആ നിലയിലെല്ലാം കടന്നു വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആഗ്രഹിച്ച മാത്രം മതി, മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വേണം. ആഗ്രഹിക്കുന്ന ആത്മാവ് ദൈവം തിരുത്തിപ്പെടുത്തും. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസത്തിൽ നിൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വാസം വല്ലാതെ ശോധന പിടിച്ച ജീവിതം ആണ് ആൾക്കാർ പറയും. അല്ലെങ്കിൽ ലോകത്തിന് ബലമായി നോക്കുമ്പോൾ വിശ്വാസം ഈസിയല്ല. എങ്കിലും നാം ദൈവത്തോട് ഇരിക്കുന്നത് പോലെ നാം ദൈവമായിട്ട് എങ്ങനെയാണ് സ്തോത്രം, ദൈവം നാമായിട്ട് എങ്ങനെയാണ് അങ്ങനെയാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. നാം ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തോട് അനുസരിക്കണം. സംഗീതക്കാർ പറഞ്ഞതുപോലെ, ഇരുപത്തൊന്ന് സംഗീതം പറയുന്നത്, നീ എന്നോട് പറ്റിയിരുന്നാലേ, ഹല്ലേലൂയ സ്തോത്രം, നീ എന്റെ നാമത്തെ അറിഞ്ഞാല് ഞാൻ നിന്നെ വിടുവിക്കാനാണ് പറയുന്നത്. അപ്പൊ ദൈവനാമം അറിയേണ്ടവർ അറിയണം. ദൈവത്തോടെ ചേർന്നിരിക്കുന്ന പോലെ ചേർന്നിരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം എല്ലാ കർത്താവ് നടത്തി തരുന്നത്. നമ്മുടെ ദൈവത്തിനെ മുറുകി പിടിക്കണം, ദൈവത്തെ വിശ്വാസത്തിൽ നിലനിൽക്കണം, ദൈവത്തെ പ്രത്യാശ വെക്കണം, ദൈവത്തെ വിശ്വാസം വേണം, പ്രാർത്ഥന ജീവിതം വേണം. എല്ലാം പലപ്പോഴും ഈ ലോകത്തിന്റെ ശക്തി ഉണ്ടല്ലോ, നമ്മളെ നല്ല ജീവിതം നയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ സമയത്താണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഈ ആത്മീയ ജീവിതം നയിപ്പാനും പറ്റാത്ത അവസ്ഥകൾ വരുന്നത്. ചിലപ്പോഴേ ലോകത്തിന്റെ ഇതുപോലെ രോഗങ്ങൾ കൊണ്ടിട്ട്, ഭാരങ്ങൾ കൊണ്ടിട്ട്, പ്രയാസങ്ങൾ കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ആ ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന അനുഭവമാണ് സ്തോത്രം. അപ്പൊ മുറിഞ്ഞു പോയ സമയത്ത് ദൈവം പിന്നെ പരിശുദ്ധാത്മാവ് നമ്മിരുന്ന് അകടും. പരിശുദ്ധാത്മാവ് അകലുമ്പോഴേ പിന്നെ നമുക്ക് ദൈവത്തിന് വേണ്ടി എത്ര ശോഭിക്കുവാന്ന് വന്നാൽ ശോഭിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ ദൈവത്തെ പുറംപടി ചെയ്ത് ദൈവത്തിന് വേണ്ടി ഫലം കഴിക്കപ്പെടണം. അത് ഈ നാളുകൾ ദൈവം നമ്മെ അങ്ങനെ നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ജീവിത പശ്ചാത്തലം ഒരുപാട് ഉണ്ട് സ്തോത്രം. അമ്മേൻ വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ട സ്ഥാനത്ത് അവിടെയും ദൈവം രക്ഷിച്ചു. അപ്പനില്ല, അമ്മയില്ല, കുഞ്ഞുങ്ങളെല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾ, 8, 6, 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾ നാട്ടിൽ കുളിക്കാൻ പോവാം. രാവിലെ അപ്പനമ്മ ജോലി പോവാ, അവര് ആ വെള്ളത്തിൽ കൂടെ പോവാ, ഇറങ്ങി പോവാ, കുളിക്കുക, വൈകുന്നേരം വീട്ടിൽ പോവാ. അവർ തിരക്കാനില്ല, അനുസരിക്കാനും ആരും ഇല്ല. അവിടെ ഒക്കെ ദൈവം പരിപാലിച്ച ദൈവമാണ് സ്തോത്രം. നമ്മൾ എങ്ങനെ ജീവിച്ചു? അവിടെ വീട്ടിലെ ആഹാരം പോലെ ബുദ്ധിമുട്ടാണ്. അവിടെ അങ്ങനെ ഓരോ വീടുകളിൽ പോയി അല്ലെങ്കിൽ അയ്യത്ത് പോയി ചക്ക, മാങ്ങ അങ്ങനെ തിന്ന് ജീവിക്കുമായിരുന്നു സ്തോത്രം. ആ കാലഘട്ടത്തിലാണ് ദൈവമേ സ്തോത്രം. ഇപ്പോഴത്തെ ദൈവദേവൻ ഞാൻ ജനിച്ച സ്ഥലം വേറെ, ഇപ്പൊ ഞാൻ ജീവിക്കുന്ന വേറെ അടുത്ത ബഹ്റൈൻ എന്ന പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്നത്. അമേൻ. ആ കാലഘട്ടത്തിൽ നിന്ന് കർത്താവ് എന്റെ കേട്ട് എത്ര ശ്രേഷ്ഠന്മാർ അവിടെ ഉണ്ട്, എത്ര ശ്രേഷ്ഠന്മാർ അവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. അവരെ ഇടയിലെ കർത്താവ് ദൈവം കൊണ്ട് നിർത്തി ഒരു ജോലി ചെയ്യുന്നു, ജോലി ബന്ധത്തില് ഇവിടെ ആയിരിക്കുന്നത് സ്തോത്രം കഴിഞ്ഞത്. ഇത് ദൈവത്തിന്റെ മഹാഭാഗ്യമാണ്, ദൈവത്തിന്റെ മഹാകരുണയാണ് സ്തോത്രം. സ്തോത്രം. അല്ലെങ്കിൽ എത്ര നമുക്ക് ദൈവത്തെ ശ്രദ്ധിച്ചാൽ മതി വരുമോ? അല്ലെങ്കിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്തോത്രം. ഇന്നലെ പകൽക്കാലം കർത്താവ് ഈ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദർശന്റെ വഴിയിലെ എന്ന പ്രോഗ്രാം കണ്ടു വന്നു. ദൈവനെ സഹായിച്ച ഓർക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പലപ്പോഴും ആഗ്രഹിച്ച് ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു പവർ ബസ്സിന് പോയിട്ട് സാക്ഷി പറയുവാനൊക്കെ ആഗ്രഹിച്ചു. ദൈവം അതല്ല, ദൈവത്തിന് അങ്ങനെയല്ല. എനിക്ക് ദൈവം ഇത്രപ്പെടെ ഇന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് ജതിൻപുരത്തുമായിട്ട് ബന്ധപ്പെടുവാണ് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. ഞാൻ റിക്വസ്റ്റ് ഇട്ടു. അതിനു മുമ്പ് ഞാൻ കണ്ടത്, ഞാൻ റിക്വസ്റ്റ് ഇട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. സമയം വരുമ്പോഴാണ് എല്ലാം തക്ക സമയത്ത് ദൈവം കൂട്ടിമുട്ടിക്കണം കേട്ടോ.
സ്തോത്രം. നമ്മൾ അതിന് ചർച്ചിൽ വന്നിട്ടുണ്ട്. ബ്രദറിന്റെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രദറിന്റെ ദൈവം ചെയ്ത വഴികളൊക്കെ അവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അന്നേരം ഞാൻ അന്ന് ആ പ്രാവശ്യം കണ്ട പരിചയമുണ്ട്. പിന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ റിക്വസ്റ്റ് ഒന്നും ഇട്ടില്ല. എന്നാലും കഴിഞ്ഞ ആഴ്ച ആണ് കണ്ടിട്ട് റിക്വസ്റ്റ് ഇട്ടത്. റിക്വസ്റ്റ് ഉടനെ ദേവദാസൻ എന്നെ മെസ്സേജ് ഇട്ടു, നമുക്കൊരു സാക്ഷി പറയണം അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ നിമിത്തമാണ് ഇന്ന് നമുക്ക് പകൽ കാലം ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ദൈവത്തിന്റെ സമയം ആകുമ്പോഴേ എല്ലാം തക്ക സമയത്ത് ദൈവം വഴിയുള്ളൂ. അങ്ങനെ ഈ ബ്രദറിനെ, ജിതിൻ ബ്രദറിനെ കാണാനും ദൈവം സഹായിച്ചു, പരിചയപ്പെടുവാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുവാൻ ദൈവം സഹായിച്ചു. അവിടെ ഹല്ലേലൂയ, ദൈവം അവർ ചെയ്യുന്ന പ്രവർത്തനം, എങ്ങനെയുള്ള പ്രവർത്തനം അനേകർക്ക് ഒരു ആശ്വാസം, അനേകർക്ക് വിടുതൽ, അനേകർക്ക് അനുഗ്രഹം, ഒരു പ്രചോദനമായി തീരട്ടെ. അങ്ങനെ ഒരു സാക്ഷി മറ്റവർക്ക് കൈമാറുമ്പോഴാണ് അത് അനേകർക്കും ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ കഴിയും. ഞാനിപ്പോ ഓർക്കുവായിരുന്നു, എങ്ങനെ ഒരു സന്ദർഭം ദൈവം ഒരുക്കിയത്, ദൈവത്തിന്റെ പദ്ധതിയാണ് വിശ്വസിക്കുന്നത്. സ്വന്തം അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാനും വേണ്ടി യാതൊരു നമുക്ക് യൂട്യൂബ് ചാനലില്ല, ഒന്നുമില്ല. എങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ ലൈവ് പറഞ്ഞാൽ ചെയ്യാം. അങ്ങനെ ലൈവ് വന്ന അങ്ങനെ പരിചയമില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യാനാണ് എനിക്ക് അറിയില്ല. എങ്കിലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം എല്ലാം കരിമേടിച്ച് തന്നു. പലതരമായിട്ട് കോൺടാക്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാൻ ഹിന്ദിയിലെ കൂടെ ഇതേ സാക്ഷി ഹിന്ദിയിലെ കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോ ഇതിന് സന്ദർഭം ലഭിക്കുവാണെങ്കിൽ നമുക്ക് ഹിന്ദിയിലെ കൂടെ പറയാം. ഹിന്ദിയിലാകുമ്പോൾ നമുക്ക് പല ആൾക്കാർക്ക് മലയാളം ആണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും മലയാളി ആൾക്കാർക്ക് മാത്രം മനസ്സിലാക്കാം. ഈ ഹിന്ദി ആണെങ്കിൽ ലോകരാജ്യം എല്ലാവർക്കും അറിയാൻ മനസ്സിലാക്കുവാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേപ്പാളിയായ മനുഷ്യനാണ്, ഞാൻ കൂടുതൽ ഞാൻ ഹിന്ദിയിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നേപ്പാളി ആണെങ്കിൽ ഞാൻ നേപ്പാളി ആൾക്കാരുമായിട്ട് മാത്രമേ ഉള്ള കണക്ഷനേ ഉള്ളൂ. അവരുടെ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഹിന്ദി പറഞ്ഞാലേ ഈ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് നമുക്ക് ഹിന്ദിയിൽ എന്തെങ്കിലും പറയാനോ സുശേഷം പറയാനോ അവർക്ക് ഓരോ വാക്കുകൾ പറയാനോ വചനം പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് ഹിന്ദിയിലാണ്. ഞാൻ ഹിന്ദി ഭാഷപ്പോൾ ഞാൻ ശരിക്കും പഠിച്ചതൊന്നുമില്ല. ഞാൻ എങ്ങനെ ദൈവം പഠിപ്പിച്ചതാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആവശ്യം അറിഞ്ഞ ദൈവം പ്രവർത്തിച്ചതാണ്. ഞാൻ അവർ സിക്കിമിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ മൊത്തം ഹിന്ദിക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ ഹിന്ദി കേട്ടും സംസാരിച്ച് കണ്ടും കേട്ടും അങ്ങനെ കുറച്ച് ഹിന്ദി പഠിച്ചു. അതിന് ശേഷം ഞാൻ അവിടെ നാട്ടിൽ പോയി ജോലി ചെയ്തു. അവിടെയെല്ലാം ഹിന്ദിക്കാരായിരുന്നു. അപ്പൊ ഹിന്ദി നല്ല രീതിയിൽ സംസാരിക്കാൻ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബഹ്റിനിലെ മീറ്റിംഗിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. മലയാളത്തില് പറ്റുന്ന പോലെ നമുക്ക് ഈ മീറ്റിങ്ങുകളുണ്ട്. മീറ്റിംഗിൽ പോയ സമയത്ത് ഹിന്ദിക്കാരുള്ള സമയത്ത്, പിന്നെ നേപ്പാളി ഉള്ള സമയത്ത് നേപ്പാളിൽ നിന്ന് ഹിന്ദിയിലോട്ട്, ഇല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് നേപ്പാളിലോട്ട്, മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒരു സമയമാണ്. അപ്പൊ ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി. അപ്പൊ അത് ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇനി ദൈവം തരുമ്പോൾ സമയം തരുവാണെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ ഇതേ പ്രോഗ്രാം നമുക്ക് ഹിന്ദിയിൽ ചെയ്യാൻ നമുക്ക് ആഗ്രഹിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ നമ്മളോട് ചെയ്യുവാൻ പദ്ധതിയുണ്ട്. അതുപോലെ ബ്രദറിനെ പറ്റിയ പദ്ധതിയുണ്ട്. ഇതുപോലെ ഞങ്ങളെ പോലെ അനേകരെ കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തി അവർ ചെയ്ത വഴികൾ, ദൈവം നടത്തിയ ഉപകാരം, ആ സാക്ഷികൾ അവർ പറയുമ്പോഴേ അവർക്ക് ആരൊക്കെയെങ്കിൽ അത് പ്രയോജനപ്പെടും, ആരൊക്കെയെങ്കിൽ അത് ഗുണമായി തീരും. അതാണ് ഹല്ലേലൂയ. സാക്ഷി മറ്റേ സാക്ഷി ഉത്തേജനം ലഭിക്കും ദൈവം. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു വഴികൾ ഒരുക്കിയ സ്തോത്രം. ഈ പ്രോഗ്രാം ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് കമ്പനി ഈ പ്രോഗ്രാം അനുഗ്രഹമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കമ്പനി ഇനി ഈ പ്രോഗ്രാം ദൈവം നടത്തുവാൻ വേണ്ടി ദൈവദാസനെ സഹായിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ദൈവം ഒരുക്കട്ടെ. രാവിലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി സാധിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആഗ്രഹിക്കുന്ന ആത്മഹത്യ വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ഈ സ്റ്റുഡിയോ വരെ ദൈവം ഒരുക്കി തരട്ടെ. ഇപ്പൊ വീട്ടിൽ ചെന്നിരിക്കുന്ന ദൈവം സ്റ്റുഡിയോ ഒരുക്കി തരട്ടെ. നല്ലൊരു സ്റ്റുഡിയോ ദൈവം തരട്ടെ. അവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ മറ്റേവർ ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ചെയ്യുവാൻ വേണ്ടി ദൈവം സാധിക്കട്ടെ. അതിനുവേണ്ടി നല്ല സജ്ജീകരണം എല്ലാം കർത്താവ്, എഡിറ്റിംഗ് മെഷീൻസ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അങ്ങനെ എല്ലാം വേണ്ട സജ്ജീകരണം ദൈവം എല്ലാം തരട്ടെ. സ്തോത്രം. അതിനുവേണ്ടി ആവശ്യമായ ഫണ്ട്, സാമ്പത്തികപരമായി ഫണ്ട് എല്ലാം ദൈവം നൽകി തരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രദറിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ഉണങ്ങിയ അവസ്ഥ, കുറച്ച് വളരെ പ്രയാസത്തിലെ അവസ്ഥ ആയിരിക്കും. ദൈവം ഇതിനെല്ലാം മാറ്റം വരുത്തും. ഇതിനെല്ലാം ദൈവം വ്യത്യാസം വരുത്തും. ദൈവം എല്ലാം നമ്മുടെ ദൈവം ഹല്ലേലൂയ താണു ഭൂമി കൂടെ കേൾപ്പിച്ച ദൈവമാണ്. ഇല്ലായ്മയിലെ ഒന്നുപോലെ വിളിച്ചു വരുത്തുന്ന നമ്മുടെ കർത്താവാണ്. മരിച്ചവരെ ജീവിക്കുന്ന കർത്താവാണ്. ആ ദൈവത്തിന് സകലതും കഴിയും. അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ദാസനെ ഹല്ലേലൂയ ഈ പ്രോഗ്രാം വളരെ അനുഗ്രഹമായിട്ട് തീരട്ടെ. അനേകർക്ക് അനുഗ്രഹം, വിടുതൽ, ഒരു ആശ്വാസമായി തീരട്ടെ. ഇതിനകത്ത് കൂടെ കേൾക്കുന്ന പാട്ടും സാക്ഷി കേട്ട് അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരട്ടെ.
ഞാൻ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ ക്രിസ്തുവിന്റെ വഴി, സ്തോത്രം, ഹല്ലേലൂയ. നഷ്ടത്തിന്റെ വഴി, സ്തോത്രം. നഷ്ടന്റെ വഴി എന്താ? ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ വഴിയാണ്. ആ ക്രിസ്തുവിലൂടെ വഴിയിൽ കടന്നു വന്ന വഴികളാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഈ ക്രിസ്തുവിന്റെ പാദം ഞാൻ പിന്തുടരുവാൻ ദൈവം സഹായിച്ചു. ഇതാണ് എന്റെ പാദം. ഞാൻ എങ്ങനെ ജീവിച്ചു, ഞാൻ എങ്ങനെ ജീവിച്ചു, ഞാൻ എങ്ങനെ ആയിരുന്നു, ഞാൻ എങ്ങനെ കടന്ന വ്യക്തി, എന്നെ ദൈവം എല്ലാം കർത്താവ് അവിടെ നടത്തിയത് ദൈവമാണ്. ആ ദൈവത്തെ ഹല്ലേലൂയ സാക്ഷിക്കുവാനും ദൈവം പറഞ്ഞു, ഞാൻ തന്നെ വഴി, സത്യം, ജീവനാകുന്നു പറഞ്ഞ കർത്താവ്, ആ ജീവനുള്ള വഴി, ജീവനുള്ള ദൈവം, ആ ദൈവത്തെ അറിയുവാനും കണ്ണുമുട്ടുവാനും അതേ വഴി കൂടെ സഞ്ചരിക്കുവാനും ആ വഴി കൂടെ പാതയെ പിന്തുടരുവാനും ദൈവം സഹായിച്ചു. ഇന്ന് പകൽക്കാലം കർത്താവ് എനിക്ക്, ഞാൻ ഒരു നേപ്പാളി മനുഷ്യൻ ഒരു മലയാളത്തിൽ സാക്ഷി പറയുമ്പോൾ, വചനത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കർത്താവ് സ്തോത്രം. അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി ആവുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നടത്തിട്ട് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനം വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ ദൈവം ഇനി ഇതുപോലെ നല്ല സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് വളരെ ദൈവം അനുഗ്രഹമാക്കി തന്നു. തുടക്കം മുതൽ അവസരം വരെ ആത്മാവിലെ അരിപ്പാണ് ദൈവം സഹായിച്ചു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉയർത്തുവാനും ദൈവത്തിന്റെ കൃപ തന്നു. ഹല്ലേലൂയ. ഈ ഒരുപാട് നീണ്ടു പോകേണ്ട വീഡിയോ, വളരെ വലിയ ലോങ്ങത്തെ വീഡിയോ ആയാലും ആൾക്കാർ കാണാൻ വിഷമിക്കും. അതുകൊണ്ട് ഞാൻ ഫുൾ ലെങ്ത് പോകുന്നില്ല. മാക്സിമം ഇപ്പൊ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 1 മണിക്കൂർ ആവറായി. ഈ 1 മണിക്കൂർ സമയം ദൈവത്തിന്റെ സമയമാണ്. അപ്പൊ ദൈവം ഹല്ലേലൂയ പറഞ്ഞത്, ഈ അല്പത്തിൽ വിശ്വാസത്താൽ ആദ്യത്തെ വിചാരികളാകും. അപ്പോ വചനത്തെ പ്രകാരം ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ഈ ലഭിക്കുന്ന സമയം അല്പസമയമാണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി ശക്തമായി യൂസ്ഫുൾ ആകുവാനും ദൈവം സഹായിച്ചു. ദൈവം അനുഗ്രഹമാക്കി തീർത്തു. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിച്ച് വെഡപ്പ് ചെയ്യുക. ദേവദാസനെ അനുഗ്രഹിച്ച് നമ്മൾ ഈ പ്രോഗ്രാം ഓർത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. കർത്താവേ, സ്വർഗ്ഗത്തിലെ ദൈവമേ, ഈ നല്ല പകൽ സമയം കർത്താവെ ഈ ചാനലിൽ കൂടെ കടന്നു വന്ന് ദേവദാസനെ കർത്താവെ സാക്ഷിക്കുവാനും എന്നെ കർത്താവ് ഇടയാക്കിയല്ലോ. ഈ ക്രിസ്തുവിന്റെ വഴി, ഹല്ലേലൂയ, നഷ്ടത്തിന്റെ വഴിയിൽ എന്നും പ്രോഗ്രാമത്തിൽ കടന്നു വന്ന് എന്നെ കർത്താവ് നടത്തി വഴികൾ ചെയ്ത വഴികൾ ഉപകാരങ്ങൾ ഉണ്ട്. അതെല്ലാം നന്ദി പറയുവാനും ഓർത്ത് കർത്താവ് ഞാൻ എങ്ങനെ പോയി എങ്ങനെ കടന്നു വന്നു അതെല്ലാം ഓർത്ത് പറയുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്തദാസനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണം. ധാരാളമായി തന്നെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ഇപ്പോൾ ഞങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നല്ല മീറ്റിംഗിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിനെ ദൈവം അനുഗ്രഹമാക്കി തീർക്കണം. ദൈവം എല്ലാം ചന്തമുജമാക്കി ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇത്തത്തോടെ ഞങ്ങൾ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രാർത്ഥന യാതന കേട്ട ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിനെ കർത്താവെ അനേകർക്ക് കർത്താവെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും കർത്താവെ ഒരു ആത്മീയ പ്രചോദനം ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. അനുഗ്രഹമേറിയ നല്ല സാക്ഷ്യത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ മോഹൻ ബുജേൽ തന്റെ അനുഭവ സാക്ഷ്യവും തന്റെ ജീവിത പശ്ചാത്തലവും നമ്മോട് പങ്കുവച്ചല്ലോ. ഇത് കാണുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഈ സാക്ഷ്യം ഇടപെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ സാക്ഷ്യം അനുഗ്രഹമായി മാറട്ടെ. കർത്താവിന്റെ ദാസനെ ഇനിയും ദൈവ ശക്തിയോടെ വരുന്ന നാളുകളിൽ കർത്താവിന്റെ വയൽപ്രദേശത്ത് അധികമായി ശോഭിക്കുവാൻ ദൈവം ഇടപെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയും അടുത്ത ദിവസം മറ്റൊരു അനുഗ്രഹപ്പെട്ട സാക്ഷ്യവുമായി നമുക്ക് കടന്നു വരാം. അതുവരെ അത്യുന്നത ചെറുകടി നമ്മളെ ഏവരെയും കർത്താവ് മറക്കട്ടെ. ഇതോടുകൂടി എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യും.